പ്രസന്റ് ചെയ്തിരിക്കുക. നമുക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് മറ്റാരുമല്ല, അദ്ദേഹം ഏകദേശം ഒരു 10-30 വർഷമായിട്ട് മൾട്ടിപ്പിൾ ബിസിനസ്സിലെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ വ്യക്തികളുടെ ലൈഫിൽ ഒരു ഏത് കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിലും അതിന് ഒരുപാട് എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് വളരെ ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് നമ്മുടെ ഗണേഷ് സാർ. എല്ലാവർക്കും അറിയുന്നതാണ്. സോ അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമില് ഫസ്റ്റ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വെർച്വൽ ക്ലാപ്പോട് കൂടി തന്നെ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാം. ഗണേഷ് കുമാർ സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണ് സാറേ, വിഷ്വലും കാണുന്നുണ്ട്. ഓക്കെ. സോ വെരി ഗുഡ് ഈവനിങ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് പുറത്ത് പബ്ലിക് പുതിയ ആൾക്കാർ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്ത അല്ലെ നമ്മുടെ പാർട്ട്നേഴ്സ് ആവാത്ത ആരും തന്നെ ഇന്ന് മീറ്റിങ്ങിലില്ല. അപ്പം നമ്മൾ സ്വന്തം വീട്ടിലെ അംഗങ്ങളോട് സംസാരിക്കുന്ന, അതായത് ഫ്രീഡത്തോടെ ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന ദിവസമാണ്. നമ്മൾ മറ്റേത് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ കൂടുതൽ ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മളെല്ലാവരും തന്നെ അറിയുന്നവരാണ്. എല്ലാവരും തന്നെ നമ്മൾ രാവിലെ മീറ്റിങ്ങിൽ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അപ്പം നമ്മൾ വേറൊരു കൂടുതൽ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്തവരെ സംബന്ധിച്ചും ഒരുപക്ഷെ വളരെ വിലപ്പെട്ട ഒരു ട്രെയിനിങ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളവരായിരിക്കണം എന്നില്ല. കാരണം നമ്മൾ പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപക്ഷെ സെയിൽസ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ധാരാളം സെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് സെയിൽസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഞാൻ ഇതുവരെ വേറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യണ്ടേ, കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നോ കേൾക്കുമ്പോഴുള്ള പ്രശ്നം ഒക്കെ വരുന്നത് നമ്മൾ മച്ചുവർ ആയതിനു ശേഷം വന്നൊരു പ്രശ്നമാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ സെയിൽസ് ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയാൻ മേലാത്ത കാര്യമാണെന്നാണ് നല്ല ശതമാനം ആൾക്കാരും ധാരണ. പക്ഷെ സെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറുപ്രായത്തിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മച്ചുവർ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സെയിൽസ് പറ്റാതെ വന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ സെയിൽസ് നടത്തിയിട്ടില്ലേ? എന്താണ് സെയിൽസ്? ഒരു കുഞ്ഞ് അവരാഗ്രഹിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി അവർ ചിരിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യും, ഉമ്മ തരും, കരയും, തലയിട്ടിടിക്കും. ഇതെല്ലാം സെയിൽസാണ്. അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ, നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അറ്റൻഷൻ, മറ്റുള്ളവരുടെ അറ്റൻഷൻ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ഓരോ തമാശകൾ കാണിക്കുന്നു, വികൃതികൾ കാണിക്കുന്നു. ഇത് മുഴുവൻ സെയിൽസ് തന്നെയാണ്. അതായത് സെയിൽസ് എന്ന് പറയുന്നത് സാധനം നാച്ചുറലായിട്ട് കുഞ്ഞുനാൾ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നമ്മൾ ചെയ്തിട്ടുണ്ട് കൊച്ചായിരിക്കുന്ന സമയത്ത്. ഇത് കഴിഞ്ഞൊരു കുറച്ച് പ്രായം ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പെൺകുട്ടികൾ വരുന്നതിന് മുമ്പ് കൂടെ നമ്മൾ സ്റ്റൈലായിട്ട് നടക്കുക. ഇത് സെല്ലിംഗ് ആണ്. നമ്മളെ പ്രസന്റ് ചെയ്യുവാണ് അവരുടെ മുമ്പിൽ. പെൺകുട്ടികളും പയ്യെ എയർ കണ്ടിട്ട് നോക്കുക. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ പ്രായത്തിലൊക്കെ ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പം നമ്മൾ വലിയ ബലം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുള്ളത് അതും സെല്ലിങ് തന്നെയാണ്. കാരണം നമ്മളൊരു പ്രോസ്പെക്റ്റിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്, ഞാനിതാണ്. ഓക്കെ, അതിന് നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, നന്നായിട്ട് ഗ്രൂമിങ് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇത് സെയിൽസ് ആണ്. നമ്മൾ അവരുടെ മുമ്പിൽ സെല്ല് ചെയ്യുവാണ്. നമ്മുടെ പ്രോസ്പെക്ട്സ് ആണ് അവരൊക്കെ. അവരുടെ മുമ്പിൽ നമ്മൾ സെല്ല് ചെയ്യുവാണ്. ഇതൊക്കെ നമ്മൾ പല പ്രായത്തിലും നമ്മൾ പല സ്റ്റേജിലും ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സമയത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞതോടുകൂടി നമ്മൾ സെയിൽസ് ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല, ഞാൻ ഇതുവരെ ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഈ ഒരു പരിപാടി വഴങ്ങില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് വേറൊരു സ്കില്ല് മാത്രമാണ്. സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ടാലൻ്റ് അല്ല. നമുക്ക് ആർക്ക് വേണേലും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആർക്ക് വേണേലും നമ്മൾ വിചാരിച്ചാൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ്. അതിനെയാണ് സ്കില്ലെന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് ഒരു സ്കില്ലാണ്, പബ്ലിക് സ്പീക്കിംഗ് ഒരു സ്കില്ലാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മിക്കവാറും എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു കാലത്ത് മൈക്ക് കണ്ട അവിടുന്ന് 1.5 കിലോമീറ്റർ ഓടിയിട്ടേ നിൽക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ എനിക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. നല്ലൊരു സ്പീക്കർ ആവണം, നല്ലൊരു ട്രെയിനർ ആവണം. ഡ്രീം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു. നന്നായിട്ട് സംസാരിക്കുന്നവരെ അവരെ അനുകരിക്കാൻ നോക്കി, അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ നോക്കി.
അവർ പറയുന്ന രീതി പഠിച്ചെടുക്കാൻ നോക്കി. അത് ഏതൊരാൾക്കും പറ്റുന്നേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ ഞാൻ കോളേജിൽ ഇലക്ഷൻ നിന്നിട്ടുള്ള ലാസ്റ്റ് അവസാന ദിവസങ്ങളായപ്പം പല ആൾക്കാരും പറഞ്ഞു ജയിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. കാരണം ജയിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം മൈക്ക് പിടിച്ച ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കേണ്ടി വരും. അവരൊറ്റ കാര്യത്തിന് വേണ്ടി ലാസ്റ്റ് അവസാന ദിവസം എനിക്കെതിരെ നിന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് പുള്ളിക്ക് വേണ്ടി വോട്ട് മറിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്ന ആളാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാരെങ്കിലും ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഇന്നിപ്പം ആ കൂടി മൈക്ക് കിട്ടിയാൽ തിരിച്ചു മേടിക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം സ്കില്ലുകളാണ്. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലാണ്, സെയിൽസ് സ്കില്ലാണ്, ലീഡർഷിപ്പ് സ്കില്ലാണ്. ഇതൊക്കെ നമുക്ക് ഒരാൾ വിചാരിച്ചാൽ ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ക്യാൻ ഹാവ് ഐദർ ഈഗോ ഓർ മണി എന്ന് പറയും. അതായത് ഒന്നെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഈഗോ വെച്ചുകൊണ്ടിരിക്കാം. രണ്ടിലേതാണ് നല്ലതെന്നുള്ള കാര്യം നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ചില ആൾക്കാർ ഞാൻ ഞാൻ വേറൊരാളോട് ഇതുവരെ കെഞ്ചിയിട്ടില്ല, ഒരു പ്രാവശ്യം അവനോട് പറഞ്ഞതാ, ഇനി വേണേ അവൻ വിളിക്കട്ടെ. അല്ലെങ്കിൽ പല ആൾക്കാരുണ്ട്, ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കിതൊക്കെ അറിയാം, നിങ്ങളൊക്കെ എന്നായി തുടങ്ങിയത്, നിങ്ങളെക്കാളൊക്കെ മുമ്പ് ക്രിപ്റ്റോ, പിന്നെ ഞാൻ എത്ര കൊല്ലമായി, 10 കൊല്ലമായി ഞാൻ ക്രിപ്റ്റോയിലുണ്ട്, നിങ്ങളിപ്പം വന്നേ, ഇപ്പോഴാണ് നിങ്ങൾ വരുന്നത്, ഞാൻ എത്രയുണ്ട്, ഞാൻ കുറേ വാലറ്റുകളുടെ പേര് പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ ഞെട്ടിപ്പോവും. ജോയിൻ ചെയ്യാൻ 9,000 രൂപ എടുക്കാൻ ഇപ്പം ഇല്ല. ഞാൻ സക്സസ്ഫുൾ ആണെന്നാണ് അദ്ദേഹവും വിചാരിച്ചിരിക്കുന്നത്, പബ്ലിക്കും വിചാരിച്ചിരിക്കുന്നത് സക്സസ്ഫുൾ ആണെന്ന്. ജോയിൻ ചെയ്യാൻ $100 ഇല്ലെന്നേ, അത് ഇല്ല, ഞാൻ വിചാരിച്ചാൽ ഉണ്ടാവുകയില്ല, എന്നുണ്ടാവും, സമീപ ഭാവിയിലൊന്നും ഉണ്ടാവുകയില്ല. അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ട്രേഡിങ്ങിലും ക്രിപ്റ്റോയിലൊക്കെ ഭയങ്കര അറിവും ഭയങ്കര സാധനമുണ്ട്. വേറെ ആരുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ പരാജയങ്ങൾ ആരുടെയും ചാരി മറ്റവൻ പറ്റിച്ചതാണ്, മറ്റവൻ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഎഫിഷ്യൻസി ഉണ്ടാകുള്ളൂ വേറെ ആളെ പറ്റിക്കുന്നത്. ഞാൻ ധാരാളം ആൾക്കാർ എന്നെ പറ്റിച്ചിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ കഴിവില്ലായ്മയും കൂടെയാണെന്നുകൂടെ ഞാൻ തിരിച്ചറിയണം. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ഉള്ള അറിവില്ലായ്മയോ എൻ്റെ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയോ മറ്റൊരു സാധനത്തിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടോട് കൂടിയാണല്ലോ ചതിവുകളും കളിപ്പേരും പറ്റുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും അതൊക്കെ കഴിഞ്ഞ് പലപ്പോഴും പറ്റുന്ന എന്താണ്, കുറച്ചു കാലം കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ പറ്റുന്ന പ്രധാന പ്രശ്നം, കുറെ കാലം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലല്ല, നമ്മൾ എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ നോക്കും. ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്, പല ആൾക്കാർക്കും ജീവിതത്തിൽ നിന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇത് പോസിറ്റീവ് ആവുള്ളൂ, കൂടുതൽ ആൾക്കാർക്ക് നെഗറ്റീവ് ആണ്. എന്താണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ആളായിരുന്നു, എന്നെക്കുറിച്ചുള്ള അറിയാമോ നിങ്ങൾക്ക്, ഞാൻ ആരായിരുന്നു അറിയോ, മറ്റേ ആ കമ്പനിയിൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ചെല്ലുന്നിടത്ത് 1000 പേര് വരുമായിരുന്നു, എന്നെ കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. അതൊക്കെ പഴയ സ്റ്റോറി അല്ലേ. ഇപ്പം വാട്ട് ഈസ് റൈറ്റ് നൗ, ബാലൻസ് ഷീറ്റ് എത്രയാണ് ആണല്ലോ ക്വസ്റ്റ്യൻ. എന്താണ് ബാലൻസ് ഷീറ്റ്? ഫൈനലി പൈസ മാത്രമല്ല, നമുക്കുള്ള ക്രെഡിബിലിറ്റി, ഇതെല്ലാം. അപ്പൊ നമ്മൾ കുറെ കാലം എവിടെയെങ്കിലും വർക്ക് ചെയ്ത് എവിടെയെങ്കിലും പെർഫോമർ ആയിരുന്നു, നമുക്ക് ആ ഈഗോ മാത്രം തലയിൽ വെക്കും, ബാക്കിയൊന്നും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ക്രെഡിബിലിറ്റി ഇല്ല, നമ്മൾ പറഞ്ഞ ഒരാളും വിശ്വസിക്കത്തുമില്ല, 100 രൂപ പോലും കയ്യിലെടുക്കാനും ഇല്ല, പക്ഷെ ഈഗോ മാത്രം നമ്മൾ തലയിലുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ സൊസൈറ്റി കാണാൻ പറ്റും. ഞാൻ വലിയ ആളാണെന്ന് വിശ്വസിക്കുന്നു, അവർക്ക് പക്ഷെ പൈസയല്ല ഇമ്പോർട്ടൻറ്റ്. ഞാൻ വലിയ ആളാണ്, ഞാൻ ആരും ഞാൻ ട്രെയിൻ ചെയ്യപ്പെടേണ്ട ഒരാളല്ല, ഞാൻ ഇതിനേക്കാളും വലിയ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈഗോ ആകാം, അല്ലെങ്കിൽ നമുക്ക് പൈസ, രണ്ടിലേതിൽ ഒന്നേ കാണുള്ളൂ. പൈസ ഉണ്ടാകണമെങ്കിൽ, ശരിയായ രീതിയിൽ പൈസ ഉണ്ടാകണമെങ്കിൽ ഈഗോ ഉണ്ടാവരുത് എന്നർത്ഥം. അല്ലെങ്കിൽ ഈഗോ ആയിട്ട് വെച്ച് ബലം പിടിച്ച് ഞാൻ നടക്കാം ആരുടെ മുമ്പിലും. നമ്മൾ കാണാൻ പറ്റില്ല, വീടുകളിലൊക്കെ തന്നെ ചില കാരണവന്മാർ, അവർക്ക് വാല്യൂ ഒന്നും ഇല്ല, പക്ഷെ അവർ ഭയങ്കര ബലത്തിൽ ചിരിക്കൊന്നുമില്ല, വളരെ ബലം പിടിച്ച് പിള്ളേരോടോ ആരോടും വർത്താനൊന്നും പറയില്ല. ഞാൻ വലിയ ആളാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നു, പിള്ളേർ പറഞ്ഞാൽ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോകണ്ടെന്നും പറയും. നമ്മൾ വീടുകളിലും കാണാറുണ്ട് ഇങ്ങനത്തെ കാരണവന്മാരെയൊക്കെ അല്ലേ. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈഗോ ഉണ്ടാവും, അല്ലെങ്കിൽ മണി ഉണ്ടാവും. മണി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈഗോ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നർത്ഥം, ഏത് ലെവലിലും. ഞാൻ വലിയ 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 ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്, വലിയ ടോപ്പിൽ എന്ത് അവരുടെ ഹ്യൂമിലിറ്റി, എത്ര മൾട്ടി ക്രോർ ടേൺ ഓവർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാൻ അടുത്ത് ഇടപെടാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്ത് ഡൗൺ ടു എർത്ത് ആണെന്നറിയും, നമ്മൾ വിശ്വസിക്കത്തില്ല. ഒരു വലിയൊരു ബിസിനസ്സുകാരൻ എനിക്കറിയാവുന്ന, അദ്ദേഹം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഇപ്പോൾ അദ്ദേഹം ബുഫേ കൗണ്ടറിലെ ഫുഡ് കഴിക്കുന്നിടത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സെർവ് ചെയ്യും, എടുത്തുകൊണ്ട് വന്ന് കുടിക്കാൻ ഡ്രിങ്കിങ് വാട്ടർ അങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കും വേറെ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക്. അപ്പൊ അവരിൽ നിന്നൊക്കെ താങ്ക് യു കേൾക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ളവർ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, വൈകുന്നേരത്തിന് മുമ്പ് പരമാവധി ആൾക്കാരിൽ നിന്ന് താങ്ക് യു കേട്ടിട്ട് അവർക്ക് ഉറങ്ങണം. അവർ എന്തെല്ലാം ചാൻസ് കിട്ടും അതെല്ലാം ചെയ്യും. ഇതാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ മനസ്സിലാക്കി, അവരെപ്പോഴും വേറെയുള്ള ആൾക്കാരെ സെർവ് ചെയ്യുക. സെർവൻറ്റ് ലീഡർ എന്ന് പറയും. ഒരു ലീഡർ എപ്പോഴും ഒരു സെർവൻറ്റ് ലീഡർ ആയിരിക്കണം. മറ്റുള്ള ആൾക്കാരെ സെർവ് ചെയ്യുന്നതിൽ മറ്റുള്ള ആൾക്കാരുടെ ഇന്ന് താങ്ക് യു വാങ്ങാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആ ഈഗോ, ഞാൻ വലിയ ആളാന്നുള്ള സാധനം, ഞാൻ വലിയ ആളാന്ന് വേറൊരാളെ പറയണ്ടത്, നമ്മൾ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഞാൻ വലിയ ആളാന്ന് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഏറ്റവും എളുപ്പം എന്താണ്, വേറൊരാളെ റെസ്പെക്ട് ചെയ്യുക. അവരിങ്ങോട്ട് അടിച്ചോളും. പന്ത് അങ്ങോട്ട് പാസ് ചെയ്താൽ പന്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ. ഇത് പാസ് ചെയ്യാതെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കയ്യിലിരുന്ന് പൊട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഐദർ
വി ക്യാൻ ഹാവ് ഈഗോ ഓർ മണി, രണ്ടിലേതെങ്കിലും ഉണ്ടാവുള്ളൂ എന്നർത്ഥം. എപ്പോഴും ഒരു പുതിയൊരു ഇൻഡസ്ട്രി, പുതിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലേണിംഗ് മോഡിലായിരിക്കണം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളൊരു പൊതുവെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, പല ആൾക്കാരും കേൾക്കാറില്ല, എൻ്റെ അടുത്ത് പണിയൊന്നും നടക്കുകയില്ല, എൻ്റെ അടുത്താണ് അവൻ്റെ പണി. ഇങ്ങനത്തെ ഡയലോഗ് പലപ്പോഴും പറയുന്ന കേൾക്കാൻ പറ്റില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ കാണും. നമ്മുടെ അടുത്താണ് കളി, എന്നെ പറ്റിക്കാം, നമ്മുടെ അടുത്താണോ, എന്നെയാണോ പറ്റിക്കാം, ഞാൻ ആരാ മോൻ എന്നൊക്കെ പറയുന്നവരെ കാണാൻ പറ്റും. പക്ഷെ അവർ ജീവിതം പരാജയമായിരിക്കും. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഭാര്യ പോലും കൂടെ കാണിയില്ല, അല്ലെങ്കിൽ ഒരാളും ഇവർ പറയുന്ന അംഗീകരിക്കത്തില്ല. അവർ മാത്രമല്ലാതെ വേറെ ഒരു ലോകത്തിലൊരു മനുഷ്യൻ പോലും ഇവർ പറയുന്നത് ശരിയാന്ന് പറയുന്ന ഒരാളെ പോലും കാണില്ല. പക്ഷെ അവരിപ്പോഴും വിശ്വസിക്കുന്ന ബാക്കി എല്ലാവരും റോങ് ആണെന്നും ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പീപ്പിൾ ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മനുഷ്യനുമായിട്ട് അവർക്ക് മനുഷ്യനെ ഇഷ്ടമില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ കയറി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ബിസിനസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് അല്ല ഫൈനലി നമ്മുടെ ബിസിനസ്. പ്രത്യേകിച്ച് ഒരു എന്റർപ്രണർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് മാത്രമാണ് ഒരു ബിസിനസ്സുകാരൻ വലിയ ലെവലിൽ എത്തുന്നത്. എങ്ങനെ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ബിസിനസ് സക്സസ്ഫുൾ ആകാനായിട്ടുള്ള കാര്യം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ സിങ്ക് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, കുടുംബത്തിലുള്ള ആൾക്കാർ, സമൂഹത്തിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെന്നാൽ എങ്ങനെ നമുക്ക് സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നു, അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ടോ? നമ്മൾ അഡാപ്റ്റബിൾ ആണോ? പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ അഡാപ്റ്റബിൾ ആണോ? അഡാപ്റ്റബിലിറ്റി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏതിനകത്തും വിജയിക്കണം. ഞാനിപ്പോൾ ഈ പറയുന്നത് മാക്ലൻ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ലൈഫിലെ സക്സസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നതെല്ലാം. മാക്ലൻ ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്, നമ്മുടെ വീടുകളിലും ആപ്ലിക്കബിൾ ആണ്, നമ്മൾ ജോലിക്ക് പോകുന്നിടത്തും ആപ്ലിക്കബിൾ ആണ്, നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പൊതുവെ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് ഐ നോ ഓൾ ദീസ്, എനിക്കിതെല്ലാം അറിയാം, ഐ എം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇവരെക്കാളും എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരുടെ ഈ ട്രെയിനിങ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇവരെക്കാളും കൂടിയ പാർട്ടിയാണ് ഞാൻ. നമുക്ക് ഓക്കെ, അങ്ങനെയുള്ളവരെ തേടിയാണ് എല്ലാവരും നടക്കുന്നത്. പക്ഷെ അത് പ്രൂവ് ചെയ്യണം. ആരെങ്കിലും നമ്മൾ തന്നെ പറഞ്ഞാൽ പോരാ, നമ്മളിപ്പോൾ സ്വയം പ്രൂവ് ചെയ്യണ്ടേ. അല്ലാതെ ഞാൻ വലിയ ആളാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളെങ്കിൽ ആരാ അംഗീകരിക്കുന്നത്? ആരും അംഗീകരിക്കത്തില്ല. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കൂടെ നമ്മൾ സ്വന്തമായിട്ട് കാഴ്ചവെക്കുവാണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കും. അല്ലാതെ എങ്ങനെ അംഗീകരിക്കുന്നത്? ആരാ അംഗീകരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഐ നോ ഓൾ ദിസ്, ഇതെല്ലാം എനിക്കറിയാവുന്ന പരിപാടി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിനേക്കാളും വലിയ പാർട്ടിയാണ് നമ്മൾ. ഐ ആം എക്സ്പീരിയൻസ്ഡ് ദാൻ ദീസ് പീപ്പിൾ, ഇവരെക്കാളെല്ലാം കൂടിയ പാർട്ടിയാണ് ഞാൻ. ഐ ആം എ ലീഡർ. ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് പുതിയൊരു ലീഡർ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ കൂടെ. ഞാൻ ലീഡറാണ്. ലീഡർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നയാൾ. അതിന്റെ അർത്ഥം അങ്ങേരുടെ പുറകെ രണ്ടുപേരും മിനിമം വേണ്ടേ ലീഡർ ആകണമെങ്കിൽ? അതായത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും വേണമല്ലോ ലീഡർ ആകാൻ. അല്ലെങ്കിൽ ലീഡർ എന്ന് വിളിക്കുന്നത് പല ആൾക്കാരും ഒരു വലിയ ലീഡർ നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതെങ്ങനെ വലിയ ലീഡർ ആകുന്നത്? ലീഡറാണ് അങ്ങേരുടെ കൂടെ ഒരു 10 പേരുടെ ആണെങ്കിൽ ലീഡർ എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് ലീഡർ ജോയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത്? അത് സാറിന് നെറ്റ്വർക്കിൽ ഈ ഇതുണ്ടല്ലോ, സ്കീമുകളിലൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. നാളെ ഒരു ലീഡർ ജോയിൻ ചെയ്യാൻ പോകണം. ലീഡർ ജോയിൻ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവണം, നല്ല ലീഡർ ആവുള്ളൂ. ഏതൊരാളും. ഇപ്പൊ കെ കരുണാകരനെ കേരളത്തിലെ ആൾക്കാർ ലീഡർ എന്ന് വിളിച്ചിരുന്ന അങ്ങേര് പറഞ്ഞാൽ ചെയ്യുന്ന അങ്ങേരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാണ് ലീഡർ എന്ന് വിളിക്കുന്നത്. അല്ലാത്ത ആൾക്കാരെങ്ങനെ ലീഡർ എന്ന് വിളിക്കുന്നത്? സ്വന്തം വീട്ടിലുള്ളവർ പോലും കൂടെ നിൽക്കത്തില്ല. നാട്ടിൽ ഒരാളോട് പറഞ്ഞാൽ ഒരാളെ പോലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരാളെ എങ്ങനെ ലീഡർ എന്ന് വിളിക്കുന്നത്? ലീഡർ എന്ന് പറഞ്ഞാൽ ഫോളോവർ ഉള്ള ആൾക്കാരെ ലീഡർ എന്ന് വിളിക്കുന്നത്. അല്ലാത്തവരെ ലീഡർ എന്ന് വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഞാനൊരു ലീഡറാണ് എന്ന് പറയും പല ആൾക്കാരും പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈഗോ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിനെയൊക്കെ പറയുന്നത് ഈഗോ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയും. ഐ ഡോണ്ട് നീഡ് ട്രെയിനിങ്, എനിക്ക് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അതൊക്കെ കഴിഞ്ഞതാണ്, അതൊക്കെ ചുമ്മാ പിള്ളേർ ഒന്നും അറിയാൻ മേലാത്തവരൊക്കെ ആണെങ്കിലല്ലോ ട്രെയിനിങ് കൊടുക്കുക, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ മീറ്റിങ്ങിന് ഇപ്പം നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, 5000 പേരുടെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് പോയിട്ട് 5000 പേരെ വേറൊരു സ്ഥലത്ത് എത്തിച്ചിട്ട് പല രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരെ ഒന്നിച്ചൊരു 5000 പേരെ ഒരു സ്ഥലത്ത് കൊണ്ട് പല ഹോട്ടലുകളിൽ താമസിപ്പിച്ചിട്ട് അവിടെ ഒരു 5000 പേരുടെ ഇവന്റ് അവിടുത്തെ ഒരു കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന സമയത്ത് പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരെ വേറൊരു രാജ്യത്ത് ടൂർ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് താമസിപ്പിച്ച് പല ലോഡ്ജിൽ താമസിപ്പിച്ചിട്ട് അവിടെ ഒരു കൺവെൻഷൻ സെന്ററിൽ 5000 പേരുടെ മീറ്റിംഗ് നടക്കുന്നിടത്ത് വന്ന് നിന്നിട്ട് ഇതിങ്ങനെയൊന്നും അല്ല നടത്തേണ്ടതെന്ന് പറയുന്ന വിദ്വാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു 4 പേരെ കൂട്ടി നിർത്തി ഇതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത് ചെയ്തില്ല. 4 പേരെ സ്വന്തം വീട്ടിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാർ, 4 പേരോട് ഇതൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ 5000 പേരെ
വേറെ രാജ്യത്ത് എത്തിച്ച് അത്രയും പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നിടത്ത് പോയി നിന്ന് കുറ്റം പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ അവനവന്റെ വീട്ടിൽ ഒരു 28 കെട്ട് പോലും നൂലുകെട്ട് പോലും നടത്തി വിജയിപ്പിച്ചിട്ടില്ലാത്ത ഒരാള് 1500 പേര് കൂടുന്ന ഒരു കല്യാണത്തെ നടത്തുന്നവന്റെ അടുത്ത് പോയി നിന്ന് കുറ്റം പറയും. എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. ചെയ്യുന്നവൻ ഒരിക്കലും പറയുകയില്ല. ഒരു കല്യാണത്തിന് തന്നെ പോയി ഏതെങ്കിലും ഒരു കറി മോശമാണേലും ഇതിനു മുമ്പ് ഇത് നടത്തിയിട്ടുള്ള ഒരുത്തനും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അവൻ പറയത്തില്ലെന്ന് മാത്രമല്ല, പറ്റുമെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഞാനൊക്കെ ഒരു സ്ഥലത്ത് കല്യാണത്തിന് പോയിട്ട് ഇത് ബിരിയാണി ആയിരുന്നു, ലാസ്റ്റ് തീർന്നു പോയി. അപ്പൊ എങ്കൊച്ചാണെങ്കിൽ അവരുടെ കൂട്ടുകാരൊന്നും കഴിച്ചിട്ടില്ല, അവർ കിടന്ന് കരച്ചിലായി. നമ്മൾ കല്യാണം വിളിച്ച് ഞാൻ ഗസ്റ്റായിട്ട് പോയതാ. ഞാൻ ലാസ്റ്റ് അവിടെയുള്ള സമീപത്തുള്ള ഇവരെ ബാക്കിയുള്ളവരെല്ലാം അവിടെ സമാധാനിപ്പിച്ച് ചേർത്തിട്ട് അവിടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ഹോട്ടലുകളിലൊക്കെ പോയി വാങ്ങാത്തടത്തോളം ബിരിയാണി ഫ്രൈഡ് റൈസും കിട്ടാവുന്ന സാധനം എല്ലാം മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയി. ഇത് നമ്മൾ ചെയ്യേണ്ടിയിട്ടില്ല, ഞാൻ ഗസ്റ്റായിട്ട് പോയതാ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അവരെ പല ആൾക്കാരും കൂടുതൽ ആൾക്കാരും എന്താ ചെയ്യുന്നത്, ഇവന് ഇത്രയും പേരെ വിളിക്കാവോ, അങ്ങനെ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ആഹാരം അറേഞ്ച് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറെ കൂടെ അങ്ങോട്ട് അവിടെ നിന്ന് കുറ്റം പറയും. അത് സ്ഥാനത്ത് ഒരു സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം ഉണ്ടായി, പ്രശ്നം എന്തെങ്കിലും ആട്ടെ, ആ സിറ്റുവേഷൻ ഈസിയാക്കാൻ നമുക്ക് സാധിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഒരു ലീഡറാണ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ചില ആൾക്കാരെന്ന് ടേക്കിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം കുറെ കൂടെ നേരത്തെ നിർത്തിയാൽ നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. ഇവരാരും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല, അവർ ചെയ്യാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഉണ്ട് എന്നാ പറയുക, എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിൽ എനിക്ക് നിർത്തിയിട്ട് എനിക്ക് വേറെ സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എൻ്റെ കൂടെ രണ്ടുപേരോട് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ആഗ്രഹിക്കുന്നത്, അയ്യോ തീരരുതേ, കുറച്ചുകൂടെ പറയണേ, ആ സാർ ഒന്നുകൂടെ പറഞ്ഞ അടുത്ത സെന്റൻസ് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ തലയിൽ കയറിയാനെ. അത് കാരണം എൻ്റെ കൂടെ ആളുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഇവിടെ ആരെങ്കിലും അറിവുള്ളവർ പറയുമ്പോൾ ഒരു സെന്റൻസ് കൂടെ ചിലപ്പോൾ കിട്ടും, അതേലായിരിക്കും പുള്ളിക്ക് സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ മാത്രം വന്നിരിക്കുന്ന ഒരാളാണ്, എനിക്കിത് കഴിഞ്ഞ് ചിലപ്പോൾ സിനിമയ്ക്ക് പോകാൻ പ്ലാനിലായിരിക്കും ഇരിക്കുന്നത്, ഞാൻ പല കമന്റുകളും പറയും. ടു മച്ച് ടൈം, ഇത്രയും സമയം സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, കുറച്ച് പറഞ്ഞാൽ പോരെ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ശരി, കുറച്ച് പറഞ്ഞാൽ മതി, അവരോട് തന്നെ പറയണം. വേറെ ആരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതി പറയണമെന്ന് ആഗ്രഹിക്കരുത്, നമ്മൾ പറയണം. എങ്ങനെയാ പ്ലാൻ? ഒന്നും പറയാതെ തലകുത്തി പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വരുമെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലേ? ആ സിസ്റ്റം ബാക്കിയുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാമല്ലോ. ഒന്നും പറയാതെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നമുക്ക്. ഇതൊക്കെ കാരണം ഇതൊരു പാറ്റേൺ ഉണ്ട്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആ പാറ്റേൺ ഫോളോ ചെയ്തൊരു സിസ്റ്റം ഉണ്ടാക്കി, ആ സിസ്റ്റം നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് അത് ആ പാറ്റേണിൽ പോയിട്ട് ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ബസ് സിമ്പിൾ എക്സാമ്പിളാണ്, നിങ്ങളും എല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. ഞാൻ ഇടയ്ക്ക് ബസ് റൂട്ട് ഓടി വിജയിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മുടെ ഈ ബിസിനസിന്റെ നേച്ചർ വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഒരു ബസ് റൂട്ട് ഓടി വിജയിപ്പിക്കുന്നത് ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. ആളുണ്ടേലും ഇല്ലേലും 90 ഡേയ്സ് റൂട്ട് ഓടിക്കും. 90 ഡേയ്സ് ആളുണ്ടേലും ഇല്ലേലും കൃത്യസമയത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവർ റൂട്ട് ഓടിച്ചോണ്ടിരിക്കും. ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഹലോ സാറേ, ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ് മീറ്റിങ്ങില്. ഇതിനെപ്പറ്റി സാറിങ്ങനെ ഇത് മാത്രം പറയാതെ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു. സാറ് മോട്ടിവേഷൻ എന്നെ ഒരു ശശി എന്ന് പറയുന്ന ഒരാളാണ് ഇൻവൈറ്റ് ചെയ്തത്. ഇന്ന് നിങ്ങൾക്കുള്ള പ്രോഗ്രാം അല്ല, ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ സോറി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളറിയാവുന്ന രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ പറയാം, 10 മിനിറ്റ് കൊണ്ട് പറയണം, 5 മിനിറ്റ് കൊണ്ട് പറയണം, ഇതൊക്കെ അവരവർ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പൊ ഞാൻ ബസ് റൂട്ട് ഓടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു നിങ്ങൾ ഓരോരുത്തർ, ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലെവലിൽ മീറ്റിങ്ങുകൾ തുടങ്ങണം ഉടനെ. അത് ഏറ്റവും എങ്ങനെ പറയണോ ആ രീതിയിൽ അവിടെ പറയുക, എന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഒരു 90 ഡേയ്സ് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് നമ്മൾ മീറ്റിംഗ് ചെയ്ത് തുടങ്ങിയാൽ ഇതിനകത്ത് ആള് കയറും. ഇതൊരു പാറ്റേൺ ആണ്. ഇപ്പൊ ബസ് റൂട്ടിന്റെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ബസ് നമ്മൾ റൂട്ട് ഓടിച്ച് വിജയിപ്പിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങിയത് രാവിലെ മീറ്റിംഗ് തുടങ്ങിയാൽ ചുമ്മാ 5-6 പേരെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ എത്ര പേരായി? 50 മുകളിലായില്ലേ? ഇതാണ് ബിസിനസ്, ഇതിന്റെ നേച്ചർ ഇതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് 2 മാസം മുമ്പോ 3 മാസം മുമ്പോ ഞങ്ങളെയൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരേ സെയിം ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്താണ് സംസാരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവർ ബാക്കിയുള്ള ഇതിനകത്ത് മജോറിറ്റി ആൾക്കാർ ഇതിനു മുമ്പ് കേട്ടതാണ്, അവർക്ക് ബോറിംഗ് ആയിരിക്കും, നമുക്ക് ഒരു ചിന്തയില്ല അതിനെക്കുറിച്ച്. എന്താണെന്നറിയോ കാരണം? അതായത് ഇതിനകത്ത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന മാക്ലാൻ ഇതിനെ ബിഗർ ലെവലിലേക്ക്, ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവർ ഇനിയും ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആ ആളെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നോക്കി ഈഗിൾസ് ഐ എന്ന് പറയും, നമ്മൾ ഇങ്ങനെ നോക്കിയാണ് നിൽക്കുന്നത്. ഇത് ചിലപ്പോൾ ഇന്ന് പുതുതായിട്ടൊരു മീറ്റിങ്ങിൽ ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് കിട്ടുന്ന ആളായിരിക്കാം ഇതിന്റെ ഏറ്റവും ഹയർ പിന്ന് പോകാൻ പറ്റുന്ന ആള്. അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ 100 പേര് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് 99 പേരും ഇവിടുത്തെ മുഴുവൻ കേട്ടിട്ടുള്ള ആളായിരിക്കും. നമ്മൾ ആ 100ാമത്തെ ആള് വന്നിരിക്കുന്ന പുതിയ ആളെ ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അയാളെ നമ്മളെ കിട്ടണം.
അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുക. അതാണ് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. ചിലപ്പം ഈ ഒരു ടാർഗറ്റ് അത് ചിലപ്പം നമുക്ക് ഈ ഇൻഡസ്ട്രി എങ്ങനെയാണെന്നും ഇതിനെ എങ്ങനെയാണ് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് പല ആൾക്കാർക്കും നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നതാണ്. നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് അത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത്. അത് കേൾക്കുന്നവർക്ക് ബോറാണ്, പറയുന്നവർക്ക് അതിനേക്കാളും ബോറുണ്ട്. പക്ഷെ നമ്മൾ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് പേഴ്സൺ ഇന്ന് വന്ന് ആദ്യമായിട്ട് മീറ്റിംഗ് കയറുന്ന ആളുടെ സ്പാർക്ക് ഉണ്ടാക്കിയാൽ അയാളായിരിക്കും നാളെ പോയി നമുക്ക് വിശ്രമം ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കാനല്ല, നമ്മൾ ഇതിൽ ബാക്കൗട്ട് ചെയ്യും, നമ്മൾക്ക് വലിയും. ആ വലിയുന്നതിന് മുമ്പ് പകരം, കാരണം ഇതൊരു മാരത്തോൺ റേസാണ്. അപ്പം അടുത്ത ഓട്ടക്കാരനെ നോക്കിയാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ആരുടെ കയ്യിലാണ് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നത്, നമ്മൾ അതിനുവേണ്ടിയാണ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ആരുടെ തലയിലാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്, നമ്മൾ പറയുന്നത് മനസ്സിലാകുന്ന നമ്മളെപ്പോലത്തെ ഭ്രാന്തന്മാർ ആരെങ്കിലും കാണും, അവന്റെ തലയിൽ ഇത് കത്തും, അവൻ ഈ സാധനം കൊണ്ട് പോകും, നമ്മൾ നിർത്തിയാലോ അവൻ നിർത്തുകയില്ല. അങ്ങനെ ഒരാളെ ആരാണ് വരുന്നത് നോക്കിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അയാളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. 99 പേര് ഇതിനകത്ത് പല പ്രാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവരായിരിക്കും. അവരെ ഓർത്തല്ല നമ്മൾ സംസാരിക്കുന്നത്. പുതിയ മീറ്റിങ്ങിൽ, ഫ്രഷ് ആൾക്കാർ കയറുന്ന മീറ്റിങ്ങിൽ ആ പുതിയതായിട്ട് ഒന്നും മനസ്സിലാക്കാതെ കയറി വന്നിരിക്കുന്ന ഒരാളുടെ തലയിൽ സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അയാളിൽ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഡ്രീം ഉള്ള ഒരാളാണെങ്കിൽ, ഈ ഈ ഈ വലിയ അല്ല ഒരു 50 കോടി രൂപയുടെ 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കണം ചിന്തിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ തലയിൽ ഇത് കത്തണം. നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണം. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ പ്രോസ്പെക്ട് കയറുന്ന എല്ലാ മീറ്റിങ്ങിലും അയാളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഓർത്തിരുന്നോണം. റിപ്പീറ്റേഷൻ ആണെന്നൊക്കെ ചിലപ്പം തോന്നാം. റിപ്പീറ്റേഷൻ ആണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ കേട്ട ആൾക്കാർക്ക് വേറെ ഒന്നും മാറ്റി പറയാനില്ല. വേറെ എന്താ മാറ്റി പറയുന്നത്? IT റെവല്യൂഷൻ ആണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണെന്ന് പറയുന്നതിന് പകരം വേറെ വല്ലതും ഞാൻ ഇനി അഗ്രികൾച്ചർ യുഗമാണെന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലെ വേറെ എന്തെങ്കിലും യുഗമാണെന്ന് പറയില്ല. അതൊക്കെ ഇതിനകത്ത് ഏതാ മാറ്റാൻ പറ്റുന്നത്? ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ റെപ്യൂട്ടേഷൻ ആണെന്ന് ചില ആൾക്കാർക്ക് തോന്നാം. ഓഫ് സാരമില്ല, പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോയി എന്ത് റെപ്യൂട്ടേഷൻ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? പള്ളിയിൽ പോയി കുർബാന കേട്ടോണ്ടിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിംസ് ആണ് അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കാര്യം? ചെറുപ്പം മുതൽ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം റിപ്പീറ്റ് ചെയ്ത സാധനമാണ്. ഇത് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെങ്കിൽ അങ്ങ് ചെയ്താൽ പോരെ? റെപ്യൂട്ടേഷൻ കേട്ടോണ്ടിരുന്നാൽ മതി, മറ്റു കേട്ടാൽ പോരെ, നമ്മളോട് പറയണം. ഇതിപ്പോ കേട്ടോണ്ടിരുന്നാൽ മതിയല്ലോ. റെപ്യൂട്ടേഷൻ ആയിരിക്കും, ചിലത് ബോറായിരിക്കും. ഗെറ്റിംഗ് ബോർ. ചില ആൾക്കാർ പറഞ്ഞത് ബോറാണ്. ഇന്നലത്തെ തന്നെ അല്ലേ? ചില ആൾക്കാർ ചോദിക്കും ഇന്നലത്തെ തന്നെ അല്ലേ മീറ്റിംഗ്, പുള്ളിക്ക് ബോറായി. എന്നാ പിന്നെ വേറെ തരത്തിൽ അദ്ദേഹം പറയണം. ഇത് ബോറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തമായിട്ടെന്നാ പറയണം. സ്വന്തമായിട്ട് അപ്പുറത്തെ വീട്ടിലെ ഒരാളോട് 5 മിനിറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല. വേറെ ആരും പറയുന്ന ബോറാന്നും തോന്നരുത്. വേറെ ഉള്ളൊരു ബോറാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ തന്നെ തുടങ്ങണം. എന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഞാൻ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നല്ല കണ്ടില്ലേ റിസൾട്ട്. ഒരു 100 പേരെ ജോയിൻ ചെയ്തിട്ട് പോവാം. നമുക്ക് തീർച്ചയായിട്ടും അത് ഇങ്ങോട്ട് നമുക്ക് എടുക്കാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. നമുക്ക് ചിലപ്പം നമ്മൾ IAS ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കാം, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് IAS ഉണ്ടാകും, അത്രയും ക്വാളിഫൈഡ്. പക്ഷെ നമ്മൾ ഇഫ് യു വാണ്ട് ടു ലേൺ ഫാമിംഗ്, കൃഷി നമ്മൾ പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. IAS ഓഫീസറാണ്, കളക്ടറാണ്, വെടിവെക്കാൻ ഓർഡർ കപ്പാസിറ്റി ഉള്ള ആളാണ്. പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മളൊരു കൃഷിക്കാരൻ്റെ സ്റ്റുഡൻ്റ് ആയേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. ഒരു കൃഷിക്കാരൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് സാധനം പഠിക്കണം എന്ന് ആഗ്രഹം വന്നപ്പം ചാണകം ഗോമൂത്രം വെച്ച് ജീവാമൃതം ഉണ്ടാക്കി കോരിയെടുത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം അതിന് സറണ്ടർ ചെയ്യണം. കൊച്ചു കൃഷിക്കാരുടെ അടുത്ത്, സ്കൂളിൽ പോയിട്ടില്ലാത്തവരുടെ അടുത്ത്, അവരുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ അടുത്ത് സ്റ്റുഡൻ്റ് ആയിട്ട് നിന്ന് അവരെന്തുമാത്രം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ കൂടെ അവരുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മൾ അവരുടെ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്നേ പറ്റുള്ളൂ. അവർ ചെയ്യുന്ന നല്ല പ്രാക്ടീസുകൾ അത് പഠിക്കണമെങ്കിൽ അവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയേ പറ്റുള്ളൂ, ഏത് വിഷയത്തിലും. കാരണം നമുക്കൊക്കെ മൊത്തം അറിയാവുന്ന ഈ ലോകത്തുള്ളതിൻ്റെ 1% പോലും അറിവ് നമുക്കില്ല. 99.99% കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല, അല്ലേ? നമുക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും ഓരോ മേഖലയിൽ അറിവുള്ളവരാണ്, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലയിൽ അറിവുള്ളവരാണ്. തീർച്ചയായിട്ടും ഇപ്പം അറിയാൻ മേലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തിരിക്കുന്നവർക്ക്, ഇതിനകത്തേക്ക് സീനിയറായിട്ട് ഇപ്പോൾ ഇന്ദ്രകുമാർ സാർ എല്ലാ ദിവസവും രാവിലെ ക്രിപ്റ്റോ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ലോകത്തുള്ള എൻസൈക്ലോപ്പീഡിയാണോ അദ്ദേഹം? അല്ല. അദ്ദേഹത്തിന് അറിയാവുന്ന മേഖലയിൽ അദ്ദേഹത്തിന് അറിയാം, അത് മതി. എല്ലാ വിഷയത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവിൻ്റെ ആവശ്യമില്ല. നമ്മളീ പറയുന്ന വലിയ സോക്കോൾഡ് ഡോക്ടർമാരൊക്കെ ചില ആൾക്കാർക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ അറിയാൻ മേലാത്തവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചിലപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്, കോളേജിൽ പോയി പിള്ളേരുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്ത് എടുത്ത് നടക്കുവാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാന്ന്? നെഹ്റു അല്ലേന്ന് എന്നൊക്കെ ചോദിക്കുന്ന പാർട്ടികളുണ്ട്. നെഹ്റു അല്ലായിരുന്നു, അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ അച്യുതാനന്ദനല്ലേ? വേറൊരാൾ നരേന്ദ്രമോദി അല്ലേന്ന്, ഏത് കേരള മുഖ്യമന്ത്രി? കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വരെ, ആ ലെവലിലുള്ളവർ വരെ ഉണ്ട്. കാരണം എല്ലാ വിഷയത്തിലും എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. നമ്മുടെ വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക്
ഒരു വിഷയത്തിൽ നമ്മൾ മാസ്റ്ററാണ്. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇന്നത്തെ കുട്ടികളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അവർക്കറിയാവുന്ന വിഷയത്തിൽ ഒരു മാസ്റ്റർ ആകുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിഷയവും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലും പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആവുക. ഞാൻ അതാ പറഞ്ഞ IAS ഓഫീസർ ആയിരിക്കും, കളക്ടറാണ്, വെടിവെക്കാൻ ഓർഡർ ഇടാൻ പവറുള്ള ആളാണ്. പക്ഷേ കൃഷിക്കാരനാണെങ്കിൽ ഏതെങ്കിലും കൃഷിക്കാരന് സറണ്ടർ ചെയ്യുക, അവിടെ പോയി സ്റ്റുഡൻ്റ് ആകുക. വേറെ ഓപ്ഷൻ ഇല്ല. വേറെ എന്താ ഓപ്ഷൻ? നമ്മുടെ ഈഗോ മുഴുവൻ കളയുക, പുതിയൊരു കാര്യം ലേൺ ചെയ്യുക. പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണ പലതും അൺലേൺ ചെയ്യേണ്ടി വരും, റീലേൺ ചെയ്യേണ്ടി വരും എന്ന് പറയും. നിലവിൽ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ അൺലേൺ കളയേണ്ടി വരും, വീണ്ടും പുതിയ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരും. നമ്മുടെ ഈഗോ മുഴുവൻ അങ്ങ് കളയുക. അതായത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് അറിയാൻ മേലാത്തതുണ്ട്. അപ്പൊ ഇവിടെ എന്തുമാത്രം കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് വേറെ വിഷയങ്ങൾ, തീർച്ചയായിട്ടും വേറെ വിഷയങ്ങളുള്ള അറിവുണ്ട്, നമ്മളത് മാറ്റി വെക്കുക. ഈ വിഷയം നമുക്ക് ആകാൻ വേണ്ടി നമ്മൾ സ്റ്റുഡൻ്റ് ആവുക. അതാണ് ഏറ്റവും ആവശ്യം. വി ഹാവ് ടു അറ്റൻഡ് ഓൾ ബോർ മീറ്റിംഗ്സ്. ഓൾ ബോർ മീറ്റിംഗ്സ് ഞാൻ പറയാൻ കാരണം ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ബോർ മീറ്റിംഗും വേറെ സെയിം ആണ്, കണ്ടിന്യൂസ് ആണ്, ഇത് തന്നെയാണല്ലോ കേൾക്കേണ്ടത്. ചില ആൾക്കാർ പറയും പുതുതായിട്ട് വരുമ്പം നമുക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും തോന്നും. നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് കോടികളുടെ ശൂന്യത, നമ്മൾ വെറും 9,000 രൂപ കൊടുത്തിട്ട് 9 കോടിയോ 90 കോടിയോ 900 കോടിയോ അസറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ശൂന്യത എന്നാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ അറിയാൻ മേലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മളങ്ങനെ അഭിപ്രായം പറയും. വെറും 9,000 റുപ്പീസ് മുടക്കിയിട്ട് നിങ്ങൾ 9,000 രൂപ മുടക്കിയ ഒരു ബിസിനസ് പരമാവധി ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന ലാഭം എത്രയാണ്? 9,000. ഒരു കടല കച്ചവടം പോലും തുടങ്ങാൻ പറ്റുമോ 9,000 രൂപയ്ക്ക്? ഒരു കടല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സാധനം 9,000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുമോ? ഈ 9,000 രൂപയ്ക്ക് തുടങ്ങി അദ്ദേഹം ചെയ്യുന്നത് പാവം, അദ്ദേഹത്തിന് ഈ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിപ്റ്റോയും ട്രേഡിങ്ങും സാധനങ്ങളും ടെക്നോളജി ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് പാവം കടലയുടെ മറ്റേ പാത്രത്തിന് പടപടപടപടയെന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കുറഞ്ഞ് മുതൽ മുടക്കി നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ വീട്, കാറ്, സ്വപ്നങ്ങൾ, അടുത്ത് ഈ സാധനങ്ങൾ മുഴുവൻ 9,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ മാജിക്. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം പിടിക്കുന്ന പറഞ്ഞ പരിപാടിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ട് പരിചയമില്ലാത്ത സാധനമാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെയ്താൽ പോരെ. വേറെ അധികം നമ്മുടെ ബുദ്ധി ഇറക്കാതിരിക്കുക. ചില കാര്യങ്ങൾ നമ്മളുടെ ലോജിക്കൽ ബ്രെയിൻ, നമ്മൾ പൊതുവേ നമ്മുടെ വിദ്യാഭ്യാസം കൂടിയ ആൾക്കാർക്ക് പലപ്പോഴും പറ്റും നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ കൂടുതൽ സ്ട്രോങ് ആവും. പിന്നെ നമ്മൾ എല്ലാത്തിനെയും അനലൈസ് ചെയ്ത് പാരലൈസ് ചെയ്യും. നമ്മൾ ചെയ്ത് വിജയിച്ചൊരു സാധനത്തിനാണ് നമുക്ക് പാരലൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്കറിയാൻ മേലാത്തൊരു സാധനമാണെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ആ പുറകെ പോയാൽ മതി. വളരെ സിമ്പിളാണ്. എന്തായാലും വേറെ ആർക്കും കൂടെ മറ്റ് ബെനിഫിറ്റ് ഒന്നുമില്ല. അതായത് നിങ്ങളോട് ആരോടെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മാത്രം തിരിച്ചറിയാനുള്ള ഒരു കോമൺ. നമ്മൾ വിജയിച്ചാൽ മാത്രമേ അവർക്ക് പ്രയോജനമുള്ളൂ. ഇപ്പം ഞാൻ വിജയിച്ചാൽ മാത്രമേ എൻ്റെ മുകളിലുള്ളവർക്ക് പ്രയോജനമുള്ളൂ. ഈ സിമ്പിൾ കോമൺ സെൻസ് മതി. വേറെ അതിലപ്പുറം ഒന്നും ആവശ്യമില്ല. അപ്പം ശരിയായിട്ടുള്ള ഡയറക്ഷനെ അവർക്ക് എന്നോട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഒരു മിനിമം കോമൺ സെൻസ് മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കോമൺ സെൻസ് ഈസ് മോസ്റ്റ് അൺകോമൺ തിങ് ഇൻ കോമൺ പീപ്പിൾ എന്ന് പറയും. കോമൺ സെൻസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരിൽ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഭയങ്കര അറിവാണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം വളരെ ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോമൺ സെൻസ് ഈസ് മോസ്റ്റ് അൺകോമൺ തിങ് ഇൻ കോമൺ പീപ്പിൾ എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു അറ്റൻഡ് ഓൾ ബോർ മീറ്റിംഗ്സ്. മീറ്റിംഗ് ബോർ ആയിരിക്കും തന്നെ വിചാരിച്ചു, പക്ഷെ എല്ലാം അറ്റൻഡ് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്താൽ വിജയിക്കുമെങ്കിൽ ചുമ്മാ ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ പോരെ. നമ്മുടെ ബുദ്ധി അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ബിക്കം എ ലീഡർ ആൻഡ് ടേക്ക് ബോർ മീറ്റിംഗ്. അതായത് അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് നിന്നാൽ നമ്മൾ ഒരു സക്സസ് ആവും. സക്സസ് ആയിട്ട് നിങ്ങളും ചെയ്യേണ്ട ഇത് പരിപാടിയാണ്. ബോർ മീറ്റിംഗ്. ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒക്കെ വരും നമ്മുടെ കൂടെ ആവും വർക്ക്. ഇത്രേ ഉള്ളൂ. ചുമ്മാ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. നമ്മുടെ ബുദ്ധി ഇറക്കാതിരുന്നാൽ മാത്രം മതി. ചുമ്മാ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. ഒന്നുമില്ല. ഇത് തന്നെ ചുമ്മാ അടുത്ത ആൾക്കാരെ കിട്ടും. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെങ്കിലും ഒക്കെ നമ്മളെപ്പോഴത്തെ ആൾക്കാരെ എവിടെയെങ്കിലൊക്കെ വരും, അവർ ടേക്കപ്പ് ചെയ്യും, അതുകൊണ്ട് പോകും. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിന് നമ്മുടെ ബുദ്ധി ഇറക്കരുത്. മാത്രമല്ല നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ബോർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരാണെന്നറിയോ? അതായത് ചില ആൾക്കാർ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ടൈം എന്നൊക്കെ പറയല്ലേ, അതിനകത്തൊക്കെ ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം നല്ല കാര്യം ചില കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ, ചില ആൾക്കാർ പറയുന്നേക്കും ഒന്നും ചെയ്യാൻ മൂടില്ല. സമയദോഷം കൊണ്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഇപ്പം ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും അവരുടെ മോശം സമയമാണ് ആയിരിക്കാം. നമുക്കറിയാൻ പറ്റില്ല. എന്തൊക്കെയോ ഉണ്ടല്ലോ, നമുക്ക് അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ മൂഡ് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം പക്ഷേ ഇതിനകത്ത് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് കിട്ടിയെന്ന് വരികയില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്തെന്ന് വരികയില്ല. ട്രേഡിങ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു, നമുക്ക് എന്തോ അങ്ങോട്ട് ശരിയാകുന്നില്ല, തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമില്ല, സാരമില്ല. നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പെർഫോമൻസ് ചിലപ്പം വിചാരിച്ച പെർഫോമൻസ് വന്നില്ല, നമുക്ക് ശ്രമിക്കാൻ പോലും പറ്റിയില്ല. ചിലപ്പം വീട്ടിലെ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, വീട്ടിൽ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അൺറിസോൾവ്ഡ് പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയും. അൺറിസോൾവ്ഡ് പേഴ്സണൽ പ്രോബ്ലം. ചില ആൾക്കാർക്ക് ഭീകര പ്രശ്നങ്ങളുണ്ടാവും, അവർക്കത് മാനേജ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഇങ്ങനെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പരിചയം കാണില്ല. പല പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഫോൺ എടുക്കത്തില്ല,
ആര് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല, കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യും. അതായത് ഒരാളോട് വിളിച്ചാൽ ഫോൺ എടുത്താൽ വിളിച്ച് മറുപടി പറഞ്ഞാൽ മതി, ആ പ്രശ്നം തീരും. പക്ഷെ പറയില്ല, അവർ അബ്സ്കൗണ്ട് ചെയ്ത് കളയും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരും ഫോൺ എടുക്കത്തില്ല, കണ്ണി കണ്ടവരെല്ലാം ചൂടാവും. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ അന്നേരം അങ്ങനെയുള്ളവർ ചിലപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊന്ന് ട്രാക്കിലേക്ക് കയറാൻ ചിലപ്പം കുറച്ച് ടൈം എടുത്തെന്ന് വരാം. അതിനെയാണ് അൺറിസോൾവ്ഡ് പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത സമയങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ഇതിനകത്ത് വന്നാലും ചിലപ്പോൾ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യുക. നോ ഇഷ്യൂ, നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇപ്പം ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിച്ച് ഗ്രോത്ത് ഉണ്ടാക്കാത്ത ആൾക്കാർ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വന്നവരുണ്ടായിരിക്കും. ഞാൻ അവരാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സക്സസ് ആയി പിന്നെത്തി അച്ചീവ് ചെയ്തവരെ പോലെ തന്നെ ഈക്വലി ഇവരും റെക്കഗ്നീഷൻ അല്ലെ അംഗീകാരം അർഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിനകത്ത് സ്റ്റേ ബാക്ക് ചെയ്യുന്നതിന്. കാരണം ഒരു കമ്പനിയാണ്, തുടക്കമാണ്, അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് വന്നു, അതിനകത്ത് സ്റ്റേ ബാക്ക് ചെയ്യുക, ഒരു സിസ്റ്റം ആവണം. ഇപ്പോഴാണ് നമുക്കൊരു സിസ്റ്റം ഒക്കെ അത് കണ്ടില്ല, ഇതുപോലത്തെ മീറ്റിങ്ങുകളുണ്ട്, റെഗുലർ മീറ്റിങ്ങുകളുണ്ട്, ട്രെയിനിങ് ഉണ്ട്, രാവിലെ ട്രേഡിംഗ് പഠിപ്പിക്കുന്നു, ഇതൊക്കെ അതിനൊരു സിസ്റ്റം ആവാനായിട്ട്. പക്ഷെ ഇത് ഭയങ്കര രസമാണ്. ഒരു പുതിയൊരു സംഭവത്തിന് സിസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സ് പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഭയങ്കര രസമാണ്. അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു പാറ്റേൺ ഉണ്ടാക്കി വളർന്നു വരുന്നൊരു സാധനം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് മീറ്റിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക്, ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ പല ആൾക്കാരും ജോയിൻ ചെയ്തു, അവരോടും പറയാം, നിങ്ങളൊരു 3 ആഴ്ച മീറ്റിംഗ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ട്രേഡിങ് ചെയ്യേണ്ട, ആൾക്കാരെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഒരു 3 ആഴ്ച റെഗുലറായിട്ട് മീറ്റിംഗ് വരും, മീറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കും. ഇത് മീറ്റിങ്ങിന് അഡിക്റ്റ് ആവും. അത് അഡിക്റ്റ് ആയി കുറെ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇടയ്ക്ക് പോയി ഓക്സിജൻ ശ്വസിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ ചില ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയോ, മീറ്റിംഗ് ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ വേറൊന്നും എനിക്ക് പറ്റിയല്ല, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റും എന്ന് പറയുന്നത് അഡിക്ഷൻ വരും. നല്ലതാണ്. എന്തിനാ അഡിക്ഷൻ? നല്ല കാര്യങ്ങളല്ലേ ഇവിടെ പറയുന്നില്ല, ചീത്ത കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. ആരെങ്കിലും ഏതായാലും നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരൻ കയറി ബ്രെയിൻ വാഷ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി ബ്രെയിൻ ചീത്ത ഡയറക്ഷനിലേക്കാണ് പല ആൾക്കാരുടെ ബ്രെയിൻ വാഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലല്ലോ, ഇവിടെ നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്. ജീവിതത്തിനെ കുറിച്ചും വളർച്ചയെക്കുറിച്ചും സക്സസിനെ കുറിച്ചും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇതൊന്നും മോശമാകത്തില്ല. എന്തായാലും മീറ്റിങ്ങിൽ പെർഫോമൻസ് ഇപ്പോൾ വിചാരിച്ച് കാഴ്ചവെക്കാൻ പറ്റിയില്ലേ പോലും റെഗുലറായിട്ട് മീറ്റിങ്ങിന് വരിക. അത് നിങ്ങളൊരു ഇൻഫീരിയർ ആണെന്ന് കൂട്ടണ്ട, റെഗുലറായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റേ ബാക്ക് ചെയ്യുക. അത് വേറെ ഏതായാലും ഓക്കെ. ആ ബോർ മീറ്റിംഗ് നിങ്ങളും നമ്മുടെ മീറ്റിംഗ് വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു ബ്രേക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വലിയ വലിയ മരങ്ങൾ, ഇപ്പം കരിമ്പന എന്നൊക്കെ പറയുന്ന സാധനം കണ്ടിട്ടില്ലേ, അത് ഇവിടെ കൊണ്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ഒന്നും കാണാനുണ്ടാകത്തില്ല വളർച്ച. പക്ഷെ അതിന്റെ അർത്ഥം ഇവൻ ചുമ്മാ ഇരിക്കുമ്പോൾ വളരാതിരിക്കുകയല്ല ചെയ്യുന്നത്. ചുമ്മാതിരിക്കുമ്പോൾ ഇവന്റെ അടിയിലേക്ക് വേര് വളർന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ അടിയിലേക്ക് 1-2 ഫീറ്റ് വേര് വളർന്നുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ചൈനീസ് ബാംബു ട്രീനെ കുറിച്ച്. ചൈനീസ് ബാംബു ട്രീന്റെ സ്റ്റോറി പറയുന്നത് 5 വർഷം അനങ്ങാതെ കിടക്കുന്ന ഒരു സീഡാണ് ചൈനീസ് ബാംബു ട്രീ. പച്ചക്കറിയൊക്കെയാണ് ഇന്ന് വെള്ളത്തിലിട്ടാൽ ഇന്ന് കിളുക്കും, പക്ഷെ അതിന്റെ ആയുസ് 3 മാസമേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചാൽ അന്നേരം മുളയ്ക്കുന്ന സാധനത്തിന് ചിലപ്പോൾ ലൈഫ് കുറവായിരിക്കും. പക്ഷെ ഈ ചൈനീസ് ബാംബു ട്രീ 5 വർഷം എടുക്കും മണ്ണിൽ കിടന്നിട്ട് മുളയ്ക്കാൻ, ഒന്ന് പൊട്ടാൻ. ആ 5 വർഷം കഴിഞ്ഞിട്ട് 90 ദിവസം കൊണ്ട് 90 ഫീറ്റ് ഹൈറ്റ് വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ബിസിനസിന്റെ നേച്ചർ. നിങ്ങൾ ഇതിൽ സ്റ്റേ ബാക്ക് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വന്നില്ലെന്നോ 2 ആൾ വന്നില്ലെന്നോ 3 ആൾ വന്നല്ലോ, ചുമ്മാ ഇതൊന്നും നിങ്ങൾ വറി ചെയ്യരുത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബസ് ഓടിച്ച് തെളിക്കുക, ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കുക. ആൾ കയറിയോ ഇല്ലോ എന്നുള്ളത് നമ്മുടെ ബോധറേഷൻ അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കുക. ഒരാൾ വരും, അവിടുന്ന് ഈ സാധനം നിങ്ങൾ പോലും ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ചിലപ്പോൾ പെർഫോം ചെയ്തവരായിരിക്കണം എന്നില്ല ലാസ്റ്റ് പെർഫോമൻസിലേക്ക് വരുന്നത്. അതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം മാരത്തോൺ ഒക്കെ ഓടുന്നത്, ലോങ് ജേർണി എപ്പോഴും അങ്ങനെയാണ്. മാരത്തോൺ ഒക്കെ ഓടുമ്പോൾ ആദ്യം മുമ്പ് കയറിയവനായിരിക്കണം എന്നില്ല അവസാനം ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ലോങ് ടൈം ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് ചിലപ്പോൾ പുറകിലായിരിക്കാം, പക്ഷെ ഫിനിഷിങ് ചിലപ്പോൾ നമ്മളായിരിക്കും മുമ്പിലെത്തുന്നത്. അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റന്റ് ആയിരിക്കുക, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് അയ്യോ അവരത്രയായി ഞാൻ അത്രയായില്ലെന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവരുത്. നമ്മളോട് മാത്രമേ കോമ്പറ്റ് ചെയ്യാവുള്ളൂ, വേറെ ആരോടും കോമ്പറ്റ് ചെയ്യരുത്. വേറെ ആരോടും കോമ്പറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് തെറ്റായിട്ടുള്ള സന്ദേശം. ഇവിടെ കോളേജിലും സ്കൂളിലും ഒക്കെ ആണെങ്കിൽ തന്നെ തെറ്റായിട്ടുള്ള സാധനമാണ്. വേറെ അടുത്തിരിക്കുന്ന കൂട്ടുകാരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് ഒരർത്ഥമില്ല. ജീവിതത്തിൽ എന്താ അർത്ഥമുള്ളൂ? അവനവനോട് കോമ്പറ്റ് ചെയ്യാം. ഞാൻ ഇന്നലത്തേക്കാൾ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ലാതെ വേറൊരാളോട് കോമ്പറ്റ് വേറെ ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ നമ്മളങ്ങനെ കോമ്പറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ബോർ മീറ്റിംഗ് നമ്മളും തുടങ്ങുക. നിങ്ങൾ പെട്ടെന്ന് മീറ്റിംഗ് വരിക, പെർഫോം ചെയ്യുക, അതിനുശേഷം നമ്മളും ബോർ മീറ്റിംഗ് തുടങ്ങാം. ബി വിത്ത് ദ പേഴ്സൺ ഹൂ സ്റ്റേ ബാക്ക്. അതായത് ചില ആൾക്കാർ എപ്പോഴും കൂടുതൽ ആൾക്കാരും കാണിക്കാറുള്ള വലിയൊരു മിസ്റ്റേക്കാണ്, വരാത്ത ആൾക്കാരെ കുറിച്ചാണ് ചർച്ച. വന്നവനെ കുറിച്ച് അവൻ വന്നല്ലോ പിന്നെ അതിനെ വിട്ടു, എൻ്റെ ഒരു സൈഡേ ഓടുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ആളെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കും? എന്താ ചെയ്തു കൊടുത്തിരിക്കുന്നത്? അയാളെ സപ്പോർട്ട് ചെയ്യും. ഇനി ഒരാളോട് വന്നാൽ മതി നിങ്ങൾ ട്രില്യനർ ആവാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഒരാളെ വന്നുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. ഒരാൾ വന്നല്ലോ. ഇതുപോലെ നമ്മൾ വന്നവരെയൊക്കെ നമ്മളൊന്നും അതിനകത്ത് ഡോൺ കെയർ. ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ, കാരണം ഇവിടെ ആർക്ക് വേണേലും ഇപ്പൊ നിർത്തിക്ക് വേണേ, നിങ്ങൾക്ക് സമയം പോയി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്, ലീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് മുകളിൽ എഴുതിയിട്ടുണ്ട്, അത് ലെഫ്റ്റ് ആയപ്പോരെ. അതിന് ടോട്ടൽ മീറ്റിംഗ് നിർത്തണം എന്നതിനെ വാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
നമുക്ക് പോണേ പൊക്കോ, ഇവിടെ ആരും മുറി പിടിച്ച് പൂട്ടിയിട്ടില്ലല്ലോ. അപ്പം നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പോകാത്തവരെ, പോകുന്നവരെയല്ല. നിങ്ങളാരും ലെഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് 10 പേരുണ്ടോ 9 പേരും ലെഫ്റ്റായി പോകാതിരിക്കുന്ന ഒരാളെയാണ്. അയാളുടെ കൂടെ നാളെ മുതൽ വർക്ക് ചെയ്യും, അയാളെ വിജയിപ്പിച്ചുകൊണ്ട് വരും, അയാളും വിജയിക്കും, ഞാനും വിജയിക്കും. സിമ്പിൾ ആസ് ദാറ്റ്. ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. 10 പേരുണ്ട്, 9 പേര് പോയെന്ന് വിചാരിക്കാം, പോകാതെ നിൽക്കുന്ന ഒരാളുണ്ടാവും. രക്ഷപ്പെടണം, എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഈ 9 പേരെ കുറിച്ച് നമ്മൾ ഭൂരിപക്ഷം ഇവിടെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെ MLA-യോ MP-യോ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു പരിപാടി അല്ല ഇത്. അതിന്റെ ആവശ്യമില്ല. വേണം, ഞാനുണ്ട്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറയുന്ന ഒരാൾ വന്നാൽ മതി, അയാൾ അത് നോക്കിക്കോളും. രണ്ടാമത് ഒരാളോട് വന്നാൽ നിങ്ങൾ ട്രില്യനറാണ്. എന്തിനാ ഈ ആൾക്കാർ മുഴുവൻ? ഈ ആൾക്കാർ മുഴുവൻ ആവശ്യമില്ല നമുക്ക്, അതാദ്യം മനസ്സിലാക്കുക. 10 പേര് വന്ന് 9 പേര് നിർത്തിപ്പോയാലും നമുക്ക് ഒരു കോർപ്പറേഷൻ ആവശ്യമില്ല. ഒരാൾ പറയുകയാണ് ഞാനുണ്ട്, എനിക്ക് രക്ഷപ്പെടണം, എന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കുമെന്ന് ചോദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുക. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ശ്രദ്ധിക്കുന്നതും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതും സ്റ്റേ ബാക്ക് ചെയ്യുന്നവരുടെ കൂടെയാണ്, പോകുന്നവരുടെ കൂടെയല്ല. പോകുന്നവരെ കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡാണ്. നിൽക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ബോധറേഷൻ ഉള്ളത്. നിൽക്കുന്നവരെ വിജയിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, പോകുന്നവരെ അല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ്. ഒരാൾ വന്നു, അവർ പോയി മീറ്റിങ്ങിന് നേരത്തെ ഇറങ്ങി, ഡോണ്ട് വറി, അവർക്ക് കംഫർട്ട് രാത്രി 9 മണിക്ക് കാപ്പ് കുടിക്കുന്നതായിരിക്കും. ആ കംഫർട്ട് ഉള്ളവരൊന്നും അല്ല സക്സസ് ആകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3:30 മണിക്ക് വെളുപ്പിനെ ഇത് എഴുന്നേറ്റ് കയറി നമ്മുടെ സൗദി അറേബ്യയിൽ നിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ സൗദി അറേബ്യ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് അങ്ങേരോട് പറഞ്ഞിരിക്കുന്ന റീസൺ എന്താ? അയാൾ എനിക്ക് കാപ്പിയുടെ സമയമായി, ചോറിന്റെ സമയം എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളാണ്, നമ്മളത് പറയത്തില്ല. കാരണം ഒരാളുടെ കമ്മിറ്റ്മെന്റ് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു ഈഗിൾസ് ആയി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആരെവിടുന്ന് വരുന്നു, അവരെന്ത് സക്സസിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ആരൊക്കെ റെഡി ആവുന്നുണ്ട്, അവരുടെ അസൗകര്യങ്ങൾ മാറ്റി വെക്കാനായിട്ട്. ഞാനൊക്കെ ഒരു എന്റർപ്രണർ ആവണമെന്ന് ആഗ്രഹിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരു വലിയ ലെവലിൽ എത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നറിയോ? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്, അതെത്താൻ വേണ്ടി. അതല്ലാതെ അതിന് കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കുന്നത്. അത് അയാൾ സക്സസ് ആകാൻ തീരുമാനിച്ചു, ഡിസിഷൻ എടുത്ത ഒരാൾ, അയാളെ സംബന്ധിച്ച് രാത്രിയെന്നോ പകലെന്നോ വെളുപ്പിനെന്നോ ഒന്നുമില്ല. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അവരാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എൻ്റെ ഒരു കംഫർട്ടും ബ്രേക്കാതെ എനിക്ക് സുഖകരമായിട്ട് സക്സസ് ആകണമെന്ന് പറയുന്ന ഒരാൾ ഒരു ഫീൽഡിലും വിജയിച്ചിട്ടില്ല. ഒരു ഫീൽഡിലും. നമ്മൾ ജീവിതത്തിൽ ഒരു പക്ഷേ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അസറ്റ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും ഇത്ര ലോകം മുഴുവൻ സുഹൃത്തുക്കളും ഒരു ഇന്റർനാഷണൽ ബിസിനസ് ഓണർ ആകാനും ആൾക്കാരുടെ മുമ്പിൽ കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും വിസയും പാസ്പോർട്ടും ക്യാൻസലായി പോകും. നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം ആവണം നമ്മുടെ ജീവിതം. ഒരു മെസ്സേജ് ആകണം, ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം, ഒരു മെസ്സേജ് ആവണം നമ്മൾ. അതായത് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് സിൻസിയറായിട്ട് ജെന്യൂനായിട്ട് നേരാമണ്ണുള്ള കാര്യങ്ങൾ ചെയ്തും ഈ നാട്ടിൽ വിജയിക്കാൻ പറ്റും. നേരാമണ്ണം മനുഷ്യനെ ഹെൽപ്പ് ചെയ്തും മനുഷ്യന് ഉപകാരം ചെയ്തും ഇവിടെ ജീവിക്കാൻ പറ്റും, അങ്ങനെയും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം കൊടുക്കണമെന്നെങ്കിലും മിനിമം നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. ഇത്രയും തട്ടിപ്പ് ഉടായ്പും പരിപാടികളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതിനകത്ത് ഇടയിൽ നിന്നുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്ന മനുഷ്യനെ സഹായിച്ചുകൊണ്ട് അങ്ങനെയും വളരാൻ പറ്റും. ആൾക്കാർക്ക് റോൾ മോഡലായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇവിടുന്ന് എന്തായാലും നമ്മൾ മടങ്ങി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു 10 പേരുടെ ജീവിതത്തിലെങ്കിലും അവരെങ്കിലും നമുക്ക് സേഫ് ആക്കാൻ സാധിക്കണം. അതിനാണ് രാത്രി കിടന്ന് ഉറക്കാൻ നമുക്ക് ശരിക്കും ഉറക്കം വരും. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഇതിനകത്ത് എന്താ പ്രശ്നം? ആരാണ് ഇതിനകത്ത് ലൂസർ? ഒരാൾ പോലും നഷ്ടമില്ല. ഒരാൾക്ക് പോലും നഷ്ടമില്ലാത്ത ബിസിനസ് ഈ ലോകത്തിൽ ഏതാ ഉള്ളത്? എൻ്റെ അറിവിൽ ഒന്നുമില്ല. എൻ്റെ അറിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന അയാളെ കുറിച്ച് ചിന്തിക്കൂ, അയാളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കൂ. ഡോണ്ട് വറി അബൌട്ട് കംപ്ലൈനേഴ്സ് എപ്പോഴും ഉണ്ടാവും. അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെവിടെ പോയാലും കംപ്ലൈൻറ്റ്, അവർ വീട്ടിലും കംപ്ലൈൻറ്റ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവർ വീട്ടിലും കംപ്ലൈൻ്റ് ആണ്, അവർ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരൊന്നും പറയുന്നത് കേട്ടോണ്ട് നമ്മൾ മൈൻഡ് അപ്സെറ്റ് ആവരുത്. അവർ കംപ്ലൈൻറ്റ് ബോക്സ് എന്ന് പറയും. അവർ കംപ്ലൈൻറ്റ് ബോക്സുകൾ എപ്പോഴും ഉണ്ടാവും. അവർ ചെല്ലുന്നിടത്തും എല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, അവരെവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ളവർ ഡിസ്നി വേൾഡ് ഏറ്റവും നമ്മൾ ലക്ഷറിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ഇടയിൽ. ഡിസ്നി വേൾഡ് ഏറ്റവും ലക്ഷറിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഇത്രയും മനുഷ്യൻ അത്രയും കാണണമെന്നും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വീഡിയോയിലൊക്കെ പലരും കണ്ടിട്ടുള്ളൂ. അവിടെ നേരിട്ട് പോയി കാണാൻ അവസരം കിട്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ അതിന് മുമ്പിലത്തെ സെക്യൂരിറ്റിക്കാരൻ സമയത്ത് ഗേറ്റ് തുറക്കാൻ 2 മിനിറ്റ് താമസം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്ത് മുടിയൊക്കെ എഴുന്നേറ്റ് നിന്ന് ഭ്രാന്തായി ചെവിയെ ചെമ്പരത്തിപ്പൂവും വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ഡിസ്നി വേൾഡ് വരെ പോയത്? അപ്പൊ ഇവര് ഭ്രാന്താണ്. അവരുടെ മാനസികാവസ്ഥയാ ഇങ്ങനെയുള്ളവർ. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, ചുമ്മാ ഈ ഉത്സവത്തിന്റെ അവിടെയും പള്ളിപ്പെരുന്നാളിനൊക്കെ നടക്കുന്ന ഒന്നുമില്ല, എന്ത് ഹാപ്പിയായിട്ട് ചിരിച്ചു കളിച്ച് നടക്കും. അവനൊന്നുമില്ല. മുകളിലേക്ക് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ആകാശം, തീപ്പന്തവും അതൊക്കെ പിടിച്ചുകൊണ്ട് നടപ്പുണ്ട്. പക്ഷെ അവൻ ഓൾവേസ് ഹാപ്പിയാണ്.
ഇവർക്ക് എല്ലാം ഉണ്ട്, എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർ കംപ്ലൈന്റ് ബോക്സ് ആണ്, അവരെപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരെയൊന്നും കണ്ട് നമ്മൾ അപ്സെറ്റ് ആവരുത്, അവരെ നന്നാക്കാൻ നോക്കുക, മീറ്റിങ്ങിനൊക്കെ കൊണ്ട് ഇരുത്തുക, വല്ല മാറ്റം വരുവാണെങ്കിൽ രക്ഷപ്പെട്ടിട്ട് അവർ രക്ഷപ്പെട്ടിട്ടെന്നുള്ള താല്പര്യം മാത്രം എടുത്താൽ മതി. അപ്പൊ അവരെയൊന്നും കണ്ട് നമ്മൾ അപ്സെറ്റ് ആവാതിരിക്കുക. ഓക്കെ, പ്രോസ്പെക്ടിന്റെ ഇടയിലുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ. ഓക്കെ, നമ്മൾ പ്രോസ്പെക്ടിനെയും സസ്പെക്ടിനെയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ കൂടുതൽ ആൾക്കാരുടെ വിശ്വാസം, ഞാൻ കുറെ പേരെ വിളിച്ചു, കുറെ പേരെ അപ്രോച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് പ്രോസ്പെക്റ്റും സസ്പെക്റ്റും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്, ആരാണ് പ്രോസ്പെക്ട്, ആരാണ് സസ്പെക്ട്? പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവരൊന്ന് നീഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നമ്മൾ വിളിക്കുന്ന ഒരാൾ അയാളൊരു നീഡ് അയക്ക് തോന്നുമോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു, നമ്മൾക്ക് നീഡ് ഉണ്ടാക്കി കൊടുക്കാനെങ്കിലും സാധിക്കുന്ന ഒരാളായിരിക്കണം പ്രോസ്പെക്ട്. അയക്കൊന്നെങ്കിലും ഒരു നീഡ് ഉണ്ടാവണം, അല്ലെ അയക്കൊരു നീഡ് നമ്മളായിട്ട് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെ അയാൾ അംബീഷ്യസ് ആയ ഒരാളായിരിക്കണം. അയാൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് നീഡൊന്നുമില്ല, പക്ഷെ അയാൾ ഭയങ്കര അംബീഷ്യസ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അയാൾ നമ്മുടെ ഒരു പ്രോസ്പെക്റ്റ് ആണ്. അയാൾ കഠിനാധ്വാനിയാണ്, അയാൾ അംബീഷ്യസ് ആണ്, എന്തെങ്കിലുമൊക്കെ ആവണം ജീവിതത്തിൽ, എന്തെങ്കിലുമൊക്കെ ഉയരണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരാളായിരിക്കണം. അല്ലെ ഇപ്പോൾ ഒരു നീഡുണ്ട്, കുറെ ലയബിലിറ്റി ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്, അല്ലെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ മുമ്പിൽ നിൽപ്പുണ്ട്, അതിനുവേണ്ടി അയാൾ എഫേർട്ട് താൽക്കാലികമായിട്ടെങ്കിലും എടുക്കും. അംബീഷനൊന്നും ഇല്ലായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അയാൾക്ക് ഇപ്പം നീഡുണ്ട്, ഇപ്പം ആവശ്യമുണ്ട്, വീട് പണി നടന്നുകൊണ്ടിരിക്കുക, അല്ലെ വീട് വെക്കണം, കാശിന് ആവശ്യമുണ്ട്, അല്ല ജോലി പോറായി നിൽക്കുവാണ്, അല്ല ജോലിക്ക് കൂടാതെ ആരെങ്കിലും തികയുന്നില്ല, ഒരു ഇമ്മീഡിയറ്റ് നീഡാണ്, വലിയ ഭയങ്കര അംബീഷ്യസ് ആയിട്ടൊന്നുമല്ല, നീഡുണ്ട്. അങ്ങനെ ഒരാൾ നമ്മുടെ പ്രോസ്പെക്റ്റ് ആണ്. രണ്ടാമത്തെ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാളല്ല വീട്ടിൽ ഡിസിഷൻ എടുക്കുന്ന ഭാര്യയാണെങ്കിൽ അയാളോട് കിടന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ ചെയ്യാൻ പറ്റും? അല്ല ഭാര്യയോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭാര്യ വിചാരിച്ചൊന്നും നടക്കില്ല, ഭർത്താവാണ് തീരുമാനം എടുക്കുന്നത്. ചില ആൾക്കാരുടെ നാട്ടുകാരാണ് തീരുമാനം എടുക്കുന്നത്. അവർ പറയും ഞാൻ അയലോക്കത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറയാം. ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വിജയിച്ച് ആരെങ്കിലും അയലോക്കംകാരോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. എന്തെങ്കിലും മേഖലയിൽ, ഏത് മേഖലയിലും വ്യത്യസ്തമായിട്ട് പോകുന്ന ആൾക്കാരാണ് ഹയർ ലെവലിലേക്ക് വരുന്നത്. അവരാരെങ്കിലും ഒരു പഞ്ചായത്ത് വിളിച്ചു വിട്ടിട്ട് എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്ത് ചെയ്യുന്നവർ ഒരാളെങ്കിലും ഏതെങ്കിലും ഫീൽഡ് വിജയിച്ചിട്ടുണ്ടോ? ഒരു ഫീൽഡിലും അവർ വിജയിക്കത്തില്ല. സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ കൊണ്ട് മാത്രം ഉള്ളതാണ് വിജയം എന്ന് പറയുന്ന സാധനം. അല്ലാത്തതിന് വിജയം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. സിമ്പിൾ ആസ് ദാറ്റ്. ആൾക്കാരുടെ കളിയാക്കുകളും കുത്തുവാക്കുകളും കേൾക്കാതെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. ഇമ്പോസിബിൾ ആണ്. അവരവിടെ ഉള്ളത് കൊണ്ടാണ് പലരും വിജയിക്കുന്നത്. ഈ കുത്തുവാക്ക് പറയാനും കളിയാക്കാനും കുറെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും വിജയിക്കുന്നത്, ഡ്രീമിനേക്കാൾ കൂടുതൽ. അപ്പം ഡിസിഷൻ മേക്കർ ആയിരിക്കും, ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. ചെറിയ കാര്യത്തിൽ പോലും മനുഷ്യൻ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെറിയ കാര്യത്തിൽ പോലും ഒരു മനുഷ്യൻ ഡിസിഷൻ എടുക്കാൻ പേടിയാണ്. ഡിസിഷൻ എടുത്താൽ പേടിയാണല്ലോ, കാരണം ശരിയാണോ തെറ്റാണോ, തെറ്റായിരിക്കാം. അപ്പം എപ്പോഴും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കപ്പാസിറ്റി ടു അറേഞ്ച്. ഒരു 9,000 രൂപ വിചാരിച്ചാൽ കൈ കാണുകയില്ല. സ്വാഭാവികമായിട്ട് പൈസ ഇല്ലാത്തവരായിരിക്കും പൈസ ഉണ്ടാക്കാൻ വരുന്നവർ കൂടുതൽ ആൾക്കാർ. അവരുടെ പൈസ ഉണ്ടാവില്ല, അതൊരു അത്ഭുതമല്ല. എൻ്റെ പൈസ ഇല്ലെന്ന് പല ആൾക്കാരും പറയുന്നു, പക്ഷെ അവൻ റൈറ്റ് കാൻഡിഡേറ്റാണ്. പല ആൾക്കാരും പൈസ ഇല്ല, അയ്യോ അയാളുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞൊരു, അയാൾ ശരിക്കും നല്ല പ്രോസ്പെക്റ്റാണ്. പലർക്കും അറിയാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാരും വിട്ടേച്ച് പോവാണ് പൈസ ഇല്ലെന്നും പറഞ്ഞു. പൈസ ഇല്ലാത്ത ഒരാളോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു കാരണവശാലും സിമ്പതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവരുത്, എമ്പതി മാത്രം ഉണ്ടാകാവുള്ളൂ. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ, അയ്യോ അയാൾക്ക് പൈസ ഇല്ല, എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് അറേഞ്ച് ചെയ്യിച്ച്, അല്ലെ അയാൾ പൈസ ഇപ്പൊ തൽക്കാലം എടുക്കുന്ന 2-3 ജോയിനിങ് ഞാനോട് കൂടി ഹെൽപ്പ് ചെയ്യാം, അതിന്റെ കമ്മീഷൻ വെച്ചിട്ട് അയാളെ ആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ അയാൾക്ക് പൈസ ഇല്ലാതെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കമ്മീഷനകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അയാൾ കൂടെ നിർത്തി അയാൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അയാളെ ഹെൽപ്പ് ചെയ്യാം. അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. മറ്റേ അയ്യോ പാവം പൈസ ഇല്ലല്ലോ, അതാണ് സിമ്പതിയാണ്. സിമ്പതി വന്നാൽ അയാൾ നശിച്ചു പോകും. നമ്മുടെ കുട്ടികളുടെ അടുത്ത് പോലും അവർ സ്കൂളിൽ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല, നമുക്ക് സിമ്പതി തോന്നുന്നത് എന്തായിരിക്കും കൊച്ചിന്റെ ഭാവി? അവനൊരിക്കലും അവന്റെ ഭാവി അടഞ്ഞു പോകും. അപ്പം അവിടെ എമ്പതിയാണ് വരുന്നത്. നമ്മൾ ശരിക്കും ജെനുവിനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എമ്പതി ആവാം, ഒരിക്കലും സിമ്പതി ആവരുത്. പൈസ ഇല്ല എന്ന് പറയുന്ന ഒരാൾ ശരിക്കും പൊട്ടൻഷ്യൽ പ്രോസ്പെക്റ്റ് ആണ്. അവരെ കൊണ്ട് പൈസ അറേഞ്ച് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അർജൻസി പറഞ്ഞു, അതിന് സൊല്യൂഷൻ പറഞ്ഞു. അയാൾ പൈസ ഇല്ല എന്ന് നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നോടൊന്ന് പറഞ്ഞു തരൂ എന്നാണ് അയാൾ പറയുന്നത്. എൻ്റെ പൈസ ഇല്ല, എനിക്ക് ആവശ്യമുണ്ട്, പൈസ ഉണ്ടാക്കണം ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പൈസ ഇല്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്വർണത്തിന് പണയം വെച്ചാൽ എത്ര രൂപ കിട്ടും, ഇതുവരെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന അങ്ങേരുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ല ശരി, നമുക്ക് 2-3 ജോയിനിങ് പെട്ടെന്ന് റെഡിയാക്കാം, അതിന്റെ കമ്മീഷൻ കൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം. അടുത്ത ടീച്ചബിൾ ആയിട്ടുള്ള ആളായിരിക്കണം, നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. നേരത്തെ പറഞ്ഞാൽ ഐ നോ എവറിത്തിങ്, എല്ലാം എനിക്കറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവരൊന്നും കണ്ടത് സമയം കളയരുത്. ടീച്ചബിൾ ആയിട്ടുള്ള ആളെ മാത്രം, ടീച്ചബിൾ ആൻഡ് കോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഏതിലും വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ സാറാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, നിങ്ങളൊക്കെ എപ്പോൾ എന്നാ ഇതൊക്കെ കാണേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊന്നും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അവർക്കെല്ലാം ഐ നോ എവറിത്തിങ്,
അവർ പല ആൾക്കാരും പറയുന്നുണ്ട് വലിയൊരു പുലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകും. നമുക്ക് പുലിയും കടുവായും നമ്മൾ മറ്റേ മൃഗശാലയും നടത്താൻ പോകുമല്ലോ. നമുക്ക് മൃഗശാലയൊക്കെയാണെങ്കിൽ ഒരു പുലിയൊക്കെ വന്നാൽ നമുക്ക് ഗുണമുണ്ട്. ചില ആൾക്കാർ ഒരു പുലി നമ്മുടെ കൂടെ വരാൻ പോവുക കേട്ടോ. എന്തിനാ പുലിയെ നമുക്ക് പേടിയാ, പുലി നമ്മളെ കടിച്ച് കീറും. അതുകൊണ്ട് പുലിയൊന്നും നമുക്ക് വേണം. നമുക്ക് സാധാരണക്കാർ മനുഷ്യർ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പോഴത്തേക്കാളും ബെറ്റർ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യരെ ആവശ്യമുള്ളൂ. പുലിയും കടുവായൊന്നും വേണം നമ്മൾ മൃഗശാലയും നടത്താൻ പോകുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ടീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, കോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ജീവിതത്തിനെ കുറിച്ച് എത്ര ഏജ് ആയാലും, എത്രയോ ആൾക്കാർ 70, 80 വയസ്സിൽ സ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ കേശവൻ സാറ് പറഞ്ഞ 82 വയസ്സാണ്. എല്ലാ മീറ്റിങ്ങിനും അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, 82 വയസ്സ്, എത്ര മോട്ടിവേറ്റഡ്, എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു. 82ാമത്തെ വയസ്സിൽ അദ്ദേഹം എല്ലാ ദിവസവും നമ്മൾ 6:30 മണിക്കുണ്ട്, വൈകുന്നേരം ഉണ്ട്, എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. പക്ഷെ എന്തിനാ വരുന്നത്? ആ സമയത്ത് ആൾക്കാർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 25 വയസ്സായിട്ടുള്ള ആൾക്കാർ ഭൂലോക നെഗറ്റീവുകൾ ഈ നാട്ടിലുണ്ട്. നമ്മൾ മോട്ടിവേറ്റഡ് ആണോ? മോട്ടിവേഷൻ ലെവൽ ചെക്ക് ചെയ്യുക. ഏജ് ഒരു ഫാക്ടറേ അല്ല, മോട്ടിവേഷൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം. മോട്ടിവേറ്റഡ് അല്ലാത്ത ആൾക്കാരോട് സമയം ചെലവാക്കി നമ്മുടെ ജീവിതം കൂടെ വേസ്റ്റ് ആയി പോകും. ഒരിക്കലും ചെയ്യരുത്. ചുമ്മാ അതുപോലെ ഞാൻ മോട്ടിവേറ്റഡ് അല്ലാത്തവരോട് നമ്മുടെ എനർജി കൂടെ ഡൗൺ ആക്കും. നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരാളുമായിട്ടും മാക്സിമം അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്തത് സസ്പെക്ട്. നമ്മൾ പല ആൾക്കാർ സമയം ചെലവാക്കുന്ന സസ്പെക്റ്റിന്റെ അടുത്താണ്. സസ്പെക്ട് ആരാണ്? ഒന്നെങ്കിൽ ഏതെങ്കിലും സ്കാമുകളും സ്കീമുകളും ചെയ്തുകൊണ്ട് നടക്കുന്ന നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. തട്ടിപ്പ് നടത്തി ശീലിച്ചിരിക്കുന്ന ഒരുത്തനും നല്ലൊരു സാധനം ചെയ്യല. അത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മൾ ഏതൊരു സിനിമയിൽ ജഗതിയോട് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. ജഗതി മോഷണം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ജഗതി പോസ്റ്റെ കാലൊക്കെ കൊടുത്ത് മറ്റേ കാലൊക്കെ ചവിട്ടി നിൽക്കുക. അപ്പം പുള്ളി ഭയങ്കര കഴിവുള്ള ആളൊക്കെയാണ്. അപ്പൊ അങ്ങേരോട് വേറൊരുത്തം ചോദിക്കുക, നീന്റെ ഈ കഴിവൊക്കെ വെച്ച് നീ എന്തിനാ ഈ മോഷ്ടിച്ച്, നിനക്ക് നല്ലൊരു ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ജഗതി പറയുന്നൊരു ഉത്തരവുണ്ട്, അതിനൊരു ത്രില്ലില്ലെന്ന്. പണി ചെയ്ത് ജീവിക്കാൻ ഒരു ത്രില്ലില്ലെന്ന്, മോഷ്ടിച്ച് ജീവിക്കാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മോഷ്ടിച്ച് ശീലമുള്ള ആൾക്കാർക്ക് അവരൊരിക്കലും ഒരു നല്ല സാധനം, ലോങ് ടേം സാധനം ചെയ്യില്ല. കാരണം അവർക്ക് ഈ ഇങ്ങനത്തെ സാധനം 3 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അവരെ പറ്റിക്കുക, എന്നാലും ഒരു ത്രില്ലുള്ളൂ. അടുത്ത സാധനം ഉണ്ടാക്കുക, അടുത്ത കുറെ ആൾക്കാരെ പറ്റിച്ചു, ഫോൺ നമ്പർ മാറുന്നു, വണ്ടിയുടെ നമ്പർ മാറുന്നു, ഇങ്ങനെ നടക്കുന്ന ഒരു അവരൊക്കെ ലീഡേഴ്സ് ആണെന്നും പ്രൊട്ടക്ട് നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ആണെന്നും ദയവേത് വിചാരിക്കരുത്. അവരല്ല നമ്മുടെ ടാർഗറ്റ്. ഒരിക്കലും ബ്ലേഡ് കമ്പനി നടത്തിയിട്ടുള്ള ഒരാൾ നമ്മൾ SBI പോലെ നാഷണലൈസ്ഡ് ബാങ്ക് പോലത്തെ ഒരു സംഭവത്തിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുമോ? മാസം 10 പലിശയ്ക്ക് 10% ഇൻട്രസ്റ്റിന് കൊടുത്ത ഒരാൾ, അല്ല ഡെയിലി പലിശയ്ക്ക് കാശ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരാൾ ഒരു ബാങ്കിൽ 1 ലക്ഷം രൂപ 7,000 രൂപ പലിശ കിട്ടുന്ന അങ്ങനെ ഒരു ബാങ്ക് അയാൾ നടത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ചിന്തിക്കത്തില്ല. മീറ്റർ പലിശയ്ക്ക് എന്ന് പറയും. മീറ്റർ പലിശയ്ക്ക് ഡെയിലി കളക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാൾ വർഷത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് 7,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ അയാൾ പൈസ തരുമോ? ഇല്ല. കാരണം അത് അങ്ങനെ ഒരു സാധനം ശീലിച്ചു പോയി. അവരതേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരല്ല നമ്മുടെ പ്രോഡക്റ്റ്. ചില ആൾക്കാരുണ്ട് ട്രേഡിങ്. എനിക്കൊരു 3-4 പേര് ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്, അവരെ പിടിക്കാം. ഒന്നാമത് ട്രേഡിങ് ചെയ്യുന്ന 90% കൂടുതൽ ആൾക്കാർ ഫെയിലിയർ ആണ് ഇവിടെ. പൈസ പോകുന്നവർ പക്ഷെ അവരുടെ വിശ്വാസം അവർക്ക് അറിയാവുന്നതാണ്. അതാണ് ഇതിനകത്തെ ഡേഞ്ചർ. അവരുടെ വിശ്വാസം, ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്കെല്ലാം അറിയാവുന്നതാണ് അവരുടെ വിശ്വാസം. എന്നാൽ എന്ത് 100 രൂപ എടുക്കാന്ന് വെച്ചാൽ 100 രൂപ ഇല്ല, എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. 15 വർഷമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അറിയാം, 100 രൂപ പോലും കയ്യിലും ഇല്ല. അതിന്റെ അർത്ഥം അതെന്താണ്? അവർ സക്സസ്ഫുൾ ആണ്, അവരുടെ അത് കാണണ്ടേ? ഇല്ലല്ലോ. അപ്പൊ ഫെയിലിയർ ആണ്. പക്ഷെ ഫെയിലിയർ ആണെന്നാണ് എല്ലാവരും വിചാരം. എന്റെ കുഴപ്പം കൊണ്ടല്ല, മാർക്കറ്റ് അതിലെ പോയോണ്ടല്ലേ എന്നാണ് പറയുന്നത്. മാർക്കറ്റ് അതിലെ പോയോണ്ടല്ലേ, എന്റെ കുഴപ്പമല്ലല്ലോ എന്നാണ് പറയുന്നത്. അല്ലാതെ എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കുഴപ്പം അംഗീകരിക്കാറില്ല. എന്റെ കുഴപ്പമല്ല, വേറെ അതിനാണ് നമ്മൾ സമയദോഷം എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ച്. എന്റെ ടൈമിന്റെ പ്രശ്നമാണ്, എന്റെ അല്ലല്ലോ. എന്തായാലും എന്റെ പ്രശ്നമല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല നമ്മുടെ പൊട്ടൻഷ്യൽ ആൾക്കാർ. അങ്ങനെയുള്ള ഇന്ദ്രകുമാർ സാറിനെ പോലെയൊക്കെ വളരെ അപൂർവ ആൾക്കാർ, തലയ്ക്കകത്ത് ആൾതാമസമുള്ളവർ ഇവിടെ വരുള്ളൂ, അല്ലാത്തവർ വരില്ല നോർമലി. കാരണം അവർ വിശ്വസിക്കാൻ അവർക്കിതൊക്കെ അറിയാം. അവർ സത്യത്തിൽ ഇതിനകത്ത് വന്നാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവർക്ക് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒത്തിരി ആൾക്കാരെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിന്റെ മുഴുവനും ടീം കയറുമ്പോഴത്തേന് അവർക്ക് എന്തുമാത്രം ഇൻകം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാകത്തില്ല. അവരിതേ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അവർക്ക് അറിയാവുന്നതാണ് വിശ്വാസം, പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അവരുടെ നേരെ ആയിരിക്കും നേരെ ചെല്ലുന്നത്. അവരെന്നേരം പറയും, നീ എപ്പോഴാണ് തുടങ്ങിയത്? കാശെടുക്കാൻ പറ്റിയ നിനക്കറിയാം, ഞാൻ 20 കൊല്ലമായി, നീ എപ്പോഴാണ് 20 കൊല്ലം ആയിട്ടുള്ളൂ, നമ്മളെ കൊണ്ട് നിർത്തിച്ചു വിടും. നീയും കൂടെ നമ്മൾ ഏതൊരു സിനിമയ്ക്കകത്തുള്ളൂ, നീയും കൂടെ കല്യാണം കഴിപ്പിക്കാൻ നിന്നെ കൂടെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പരുവത്തിലാക്കികളെ. അപ്പൊ അവര് അതാവാം. എപ്പോഴാണെന്നറിയോ? നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരണം, നമുക്ക് കുറച്ചുകൂടെ സബ്ജക്ട് നോളജ് വന്നതിന് ശേഷം നിങ്ങൾ വേണേൽ അപ്രോച്ച് ചെയ്തു. ആദ്യം പോയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് പോകരുത്. അവർ നമ്മുടെ കൂടെ ഭാവി കളയും. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ട്രേഡിങ് ആരെയാണ് പഠിപ്പിക്കേണ്ടത്? ട്രേഡിങ് അറിയാൻ മേലാത്തവരെ. സിമ്പിൾ അല്ലേ?
അപ്പം നമ്മളൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു മാരുതി കാർ വിൽക്കാൻ പോകുന്ന ഒരാൾ അറിയണം ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ടൂ വീലർ ഇപ്പം നടക്കുന്ന ഒരാളെയാണ് മാരുതി കാറിന്റെ ഒരു എക്സിക്യൂട്ടീവ് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ല ബെൻസ് നടക്കുന്നവർ പുറകെ പോയിട്ട് കാര്യമില്ല. ടൂ വീലർ ഇപ്പം മഴ നനഞ്ഞ് നടക്കുന്ന ഒരു ഫാമിലിയുടെ അടുത്ത് പോയിട്ട് മാരുതി കാർ വിറ്റ് മഴ നനയാതെ പോകാന്ന് പറഞ്ഞാണ് അയാൾ വിൽക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആരെയാണ്? നമ്മൾ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? ട്രേഡിങ് അറിയാൻ മേലാത്തവരെയാണ്. മറ്റൊരു ലോസ് ഇഷ്ടംപോലെ പൈസ കളഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ വിശ്വാസം അവർക്ക് ട്രേഡിങ് അറിയാവുന്നതാണ്. പിന്നെ അവർ വരാനുള്ള സാധ്യതയില്ല, നമ്മളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് പ്രത്യേകിച്ച് തുടക്കക്കാർ പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്ന് ഈ പരിപാടിയെ വേണ്ടെന്ന് ചിലപ്പോൾ വെക്കും, കൊണ്ട് അത് വരാം. അപ്പോൾ പ്രോസ്പെക്ട് ആരാണ് പ്രോസ്പെക്ട്, ആരാണ് സസ്പെക്ട് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി ഇൻവിറ്റേഷൻ ആൻഡ് അപ്രോച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ ഇൻവിറ്റേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ സ്റ്റോറി ടെല്ലിങ് നടത്തണം. നമ്മൾ കഥ പറയണം. കഥ എന്താണ്? അവര് ഇതിനകത്ത് വരാനുള്ള സാഹചര്യം നമ്മളായിട്ട് ബിൽഡപ്പ് ചെയ്യണം. അതായത് നമ്മുടെ സ്റ്റോറി ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിനകത്ത് വന്നിരിക്കുന്ന വേറൊരാളുടെ സ്റ്റോറി ആയിട്ട് ഇങ്ങേരുടെ സ്റ്റോറിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കൺവിൻസ്ഡ് ആവും. അങ്ങനെ ഇപ്പോൾ ജോലിക്കാരനാണെങ്കിൽ ആ ഒരു ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ, ഞാൻ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിക്കുക, വേറൊരു ജോലിക്കാരനോട് സംസാരിക്കുകയാണെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ അറിയുമ്പോഴത്തേന് അയാളുടെ മനസ്സിൽ അയാളുടെ സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അയാൾ പോരും. അതിനുള്ള സൊല്യൂഷൻ എനിക്ക് അടുത്ത കാലത്ത് കിട്ടി, ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഈസി ആയിട്ട് കയറി വരും. അങ്ങനെയാണ് അവരെ മീറ്റിങ്ങിലേക്ക് എത്തിക്കുന്ന വിഷയത്തിലേക്ക് എത്തിക്കാൻ പറ്റുക. ഇത് ചുമ്മാ കാളം പോലും വിളിക്കുക. പല ആൾക്കാരും നമ്മൾ ഈ ലിങ്ക് ചുമ്മാ ഗ്രൂപ്പിലേക്കൊക്കെ ഫ്ലാഷ് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു ആരും വന്നില്ലെന്ന് നമ്മൾ തന്നെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പറയുന്നു. ഈ വന്നില്ലെന്നും നടക്കുന്നില്ലെന്നും ആരും ഇതൊക്കെ സെൽഫ് അഫർമേഷനാണ്. നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നെഗറ്റീവ് എത്ര ഡേഞ്ചർ ആണെന്നറിയോ? അതായത് നമ്മൾ ഈ പറയുന്ന മുഴുവനും സംഭവിക്കും. ഈ പറയുന്ന മുഴുവൻ സംഭവിക്കും എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് രാവിലെ മുതൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 3 പേരെ വിളിച്ചിട്ടുണ്ട്, എത്ര പേര് വരും എന്ന് അറിയാൻ മേല, മതി, തീർന്നു. ഇനിയിപ്പോൾ കിടന്ന് പണിയെടുത്തിട്ട് കാര്യമില്ല. ഇന്നലെ 2-3 പേര് വന്നായിരുന്നു, രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഇനി എന്നായിരിക്കും എന്ന് അറിയാൻ മേല. അവർ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് ഫോൺ എടുത്തിട്ടില്ല, പക്ഷെ അത് നമുക്ക് അന്നേരം സംശയം. മീറ്റിങ്ങിന് വന്നതിന് ശേഷം ഫോൺ എടുത്തില്ല, നമുക്ക് സംശയമായി, നമ്മൾ നെഗറ്റീവ് പറയും അവനെ കുറിച്ച്. അതിന്റെ പേര് തന്നെയാണ് കിട്ടാതെ പോകുന്നത്. നമ്മളിരുന്ന് പറഞ്ഞ് നശിപ്പിക്കുന്ന, അല്ലാതെ അയക്കൊരു പ്രശ്നമില്ല. അയാൾ അതിന്റെ തലേദിവസം വേറെ ഓരോ കാര്യത്തിന് നടക്കുമായിരുന്നു. പിറ്റേ ദിവസം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പിറ്റേ ദിവസം അയാൾ വേറെ തിരക്കിലായിരുന്നു, അതിന്റെ ഫോൺ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അന്നേരം അയാളെ കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഉള്ളത് നമ്മൾ കണക്ട് ചെയ്യും. അത് നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. നമ്മളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയാണ് ഈ തകട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് ഒരാൾ, പ്രത്യേകിച്ച് സെയിൽസിൽ നിൽക്കുന്ന ഒരാൾ, ടീം ബിൽഡ് ചെയ്യുന്ന ഒരാൾ ഹാപ്പി ആയിട്ട് ഓൾവേസ് ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഹാപ്പി ആയിട്ടുള്ള ഇൻപുട്ട് അകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല വാർത്തകൾ, നല്ല സക്സസിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ നമ്മൾ വിരൽത്തുമ്പിൽ എന്തുമാത്രം വിജയത്തിന്റെ സ്റ്റോറികളാണ്. ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പ്രതീക്ഷ നമുക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഹാപ്പി ആയിട്ടുള്ള വാർത്തകൾ മാത്രം കാണുക, ജങ്ക് സാധനങ്ങൾ അകത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഹാപ്പിയാവും. അപ്പം വേറൊരാളുടെ ഭാഗത്തൊരു തെറ്റ് വന്നാൽ പോലും നമുക്ക് പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ വേറൊരാളൊരു പ്രോസ്പെക്റ്റിനോട് നമ്മൾ സംസാരിപ്പിക്കുമ്പം നമ്മൾ സ്റ്റോറി ടെൽ ചെയ്യാൻ പാറ്റേണിലായിരിക്കണം നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞങ്ങളിന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ അതേ രീതിയിലാണ് എനിക്കും തോന്നിയത്. പക്ഷെ ഞാൻ കുറച്ചൊന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെയല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആയി. അതാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറയുന്നത്. അതായത് പ്രോസ്പെക്റ്റിന്റെ ലെവലിൽ തന്നെയായിരുന്നു ഞാനും ഇരുന്നെന്നും ഞാൻ കുറച്ചൊന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് ഇതിനകത്ത് ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ച് നല്ല സംഭവമാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഞാൻ അപ്പോൾ ഒന്ന് ബന്ധപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കൺവിൻസ്ഡ് ആയി എൻ്റെ ധാരണ തെറ്റായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരാളോട് പറയുന്നത്. ആ പാറ്റേൺ ഇതായിരിക്കണം. അതിനാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുട്ട് സീഡ് ഫോർ തോട്ട്. എപ്പോഴും നമ്മൾ ഈ മാക്ലേൺ എന്താണെന്ന് കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും അവരുടെ മനസ്സിൽ അവരുടെ ചിന്തിപ്പിക്കണം. നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, പോയാൽ എവിടം വരെ പോകും, 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ. നമ്മൾ മാക്ലേണെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അതേസമയം ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്? 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം എവിടം വരെയാവും, അല്ല ബാങ്കിൽ പൈസ കിടപ്പുണ്ടല്ലോ. ചില രാജ്യങ്ങൾ, ഇപ്പോൾ ജപ്പാനിലൊക്കെ നമ്മുടെ പൈസ ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കണം. നമ്മുടെ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കൂട്ടുന്നതിന് എല്ലാ വർഷവും നമ്മുടെ മുതലിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇവിടെയും വരും ഗ്രാജുവലി. നമ്മൾ ഇപ്പൊ കിട്ടുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ്, ഇപ്പം നമ്മുടെ നാണയപ്പെരുപ്പത്തിന്റെ ഇത് പറയുന്നു, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മുമ്പോട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി ചെലവുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇവരോട് അങ്ങനെ. അപ്പൊ അവർ വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കണം. നമ്മളോട് 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും നോക്കാതെ ഇനി മുമ്പോട്ട് പോയാൽ ശരിയാകുകയില്ല, ഇത്രയും തോന്നിയാൽ മതി. അല്ലാതെ മാക്ലേൺ അവർക്ക് തോന്നണമെന്നില്ല. അടുത്ത ദിവസം മീറ്റിങ്ങിന് വരും. കാരണം അവരുടെ മനസ്സിൽ നമ്മളൊരു സാധനം കയറ്റി. അവർ വീട്ടിൽ പോയി രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കണം, അവൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലേ, അവൻ പറഞ്ഞ സംഭവം ശരിയാണ്, നമ്മൾ മുമ്പോട്ട് വരികയാണ്, പിള്ളേരൊക്കെ പോവുകയാണ്, അവരെ തന്നെ പൈസ മേടിച്ച് ജീവിക്കുന്നതിനേക്കാളും
നമുക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ചിന്തിച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ അവർ ആലോചിക്കും, ഭാര്യയോട് പറയും, എടീ ഇങ്ങനെ അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, നമുക്കൊരു വരുമാനം അഡീഷണൽ ഉണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കാതെ. അന്നേരം അതെന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കും മനുഷ്യ, വരുമാനം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ഭാര്യ പറയും. ഈ സാധനം ഒരു ഒരു ബിൽഡപ്പായി. അതിനുശേഷമാണ് നമ്മൾ ഇവരെ പ്രസന്റേഷൻ വിളിക്കുന്നതെങ്കിൽ അയാളുടെ തലയിലേക്ക് കൂടുതൽ നന്നായിട്ട് കയറും. ഇത് നമ്മൾ പഠിക്കണം. ബെനിഫിറ്റ് ഒരിക്കലും, അതായത് നമ്മൾ പല ആൾക്കാരും ബെനിഫിറ്റ് മാത്രമേ വിൽക്കുള്ളൂ, ഫീച്ചറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്ലേൺ ആണ്, അവിടെ രാവിലെ ക്ലാസ് ഉണ്ട്, അവിടെ ഇന്ദ്രകുമാർ സാറാണ്, ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്. ഇതൊക്കെ ഫീച്ചറുകളാണ്. അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലേ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ, ഒരു മൊബൈൽ കടയിൽ എനിക്കറിയാവുന്ന എറണാകുളത്ത്, കേരളത്തിൽ ഒരു പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയുടെ അത്രയും മൊബൈലിനെ കുറിച്ച് അറിവുള്ള ഒരാൾ കാണിയല്ല. പക്ഷെ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ മേടിക്കുകയില്ല. എന്താണ് പുള്ളി പറയുന്നത്? മുഴുവൻ ഫീച്ചറാണ്. ഒരു മൊബൈൽ മേടിക്കണമെന്ന് പറഞ്ഞാൽ പാവം ഓണസ്റ്റ് ആയിട്ട് പറയും കേട്ടോ, ഇന്ന മൊബൈൽ ഇന്നതാണ്, അതിന്റെ ഫീച്ചർ ഇതാണ്, അതിന്റെ ഇതാണ്, മറ്റതാണ്, മറിച്ചാണ്, ഇത്ര GB ഇത്, മറ്റേ ഇത്ര മെമ്മറി, മറ്റേ മറിച്ച് എന്ന സാധനം മുഴുവൻ പറയും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒന്നുകൂടെ നോക്കും. തൽക്കാലം സ്ക്രീൻ ഗാർഡ് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഇത് തന്നെ ഉപയോഗിച്ചേക്കാം. കാരണം മറ്റേ പുള്ളി പറയുന്ന മുഴുവൻ കോംപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാകത്തില്ല. അതേ സ്ഥാനത്ത് ഒരു പരിചയമില്ലാത്തൊരു പയ്യനാണെങ്കിൽ ചോദിക്കും, സാറിന് എന്താ ആവശ്യം? മൊബൈൽ കൊണ്ട് സാർ എന്താ ചെയ്യുന്നത്? വാട്സാപ്പിൽ നോക്കുവാണോ, അതോ ഫേസ്ബുക്ക് ആണോ, അതോ മെയിൽ അയക്കുവാണോ? എന്താ സാറിന്റെ ആവശ്യം എന്ന് പറ. അതിനെ പറ്റി ഞാൻ നോക്കിയിട്ട് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്, അവൻ പോയി ഒരു സാധനം എടുത്തുകൊണ്ട്, സാർ ഇത് കൊണ്ടുപോകും, സാറിന് പറ്റിയ സാധനം നമ്മൾ മേടിച്ചോണ്ടും പോരും. ഇതേ ആവശ്യമുള്ളൂ വിൽക്കാൻ. നമ്മുടെ ആവശ്യം എന്താണ്? ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരാൾ പറഞ്ഞാൽ ഇത്രേ വിൽക്കാൻ ആവശ്യമുള്ളൂ. മറ്റൊരാൾ അത് പറഞ്ഞത് മുഴുവൻ ഫീച്ചറാണ്. ഫീച്ചർ സെല്ല് ചെയ്യത്തില്ല, ബെനിഫിറ്റേ സെല്ല് ചെയ്യുള്ളൂ. ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മൾ 9,000 രൂപ കൊടുത്താൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അല്ല മാക്ലേൺ അവിടെ തുടങ്ങി നിന്ന് അവർക്ക് പ്രസക്തിയില്ല. മാക്ലേൺ 1000 കോയിനല്ല 990 കോയിനെ കിട്ടിയുള്ളൂ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും അല്ല അവരുടെ പ്രശ്നം. ഈ 9,000 രൂപ ഇപ്പൊ ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ 9,000 രൂപ കൂടെ എന്തിനു ഞാൻ ചെലവാക്കണം? അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞതാ. ഇതാണ് അവർക്ക് അറിയേണ്ടത്, ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ല മാക്ലേണിനെ കുറിച്ച് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു ഡെമോ നിങ്ങളെ കാണിച്ചു തരാം. അതായത് എങ്ങനെ ഒരാളെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് എങ്ങനെ നമ്മളൊരാളെ വിളിക്കുന്നു. ഒരു പ്രോസ്പെക്റ്റിനെ, ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ്, അതായത് ഒരു എംപ്ലോയി ആണ്. ആ ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റിനെ നമ്മളൊരു മീറ്റിങ്ങിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് ഏത് തരത്തിലാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ ഇതിനകത്തോട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, ഫോൺ നമ്മൾ ഉണ്ടെന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഡെമോ കാണിക്കാൻ വേണ്ടി നമ്മുടെ ശ്രീജിത്ത് സാറിനെ വിളിക്കുകയാണ്. അദ്ദേഹം ലൈനിലുണ്ട്. എൻ്റെ സുഹൃത്താണെന്ന് വിചാരിക്കുക, ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒന്നിച്ചൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണ് എന്ന് വിചാരിക്കുക. ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയാണ്. എങ്ങനെയാണ് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ മാക്ലേണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വേറെ ജോലിയിലാണ്. എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ഫോൺ എടുക്കുന്നു, ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. ഓക്കെ, വീഡിയോ കാണാമോ? അദ്ദേഹത്തിന്റെ വീഡിയോ ഓണാണോ? ഓണോ? കാണുന്നില്ലേ? നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഞാൻ വിളിക്കുന്നു. ഹലോ, ശ്രീതല്ലേ? ശ്രീത്തെ കേൾക്കുന്നുണ്ടോ? സാറേ എന്ന് വിളിക്കാം, നമ്മൾ കൂട്ടുകാരാണ്. ഓക്കെ 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 ഓക്കെ. ശ്രീതല്ലേ? തിരക്കാണോ? എന്നാണ്ട് വിശേഷം? തിരക്കില്ലാണോ? ഞാനിപ്പം സംസാരിക്കോ അതോ പിന്നെ വിളിക്കണോ? ഇല്ല, കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, സംസാരിച്ചോളോ. സംസാരിക്കാം. ഫ്രീ ആണോ? ഓഫീസിൽ തിരക്ക് നിൽക്കുകയാണോ? അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അല്ലെ ഫ്രീ തിരക്കായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, സംസാരിക്കാം, പ്രോബ്ലം ഇല്ല. ഒരു 5 മിനിറ്റ് സംസാരിക്കാം. ഫ്രീ ആണോ? അതെ, ഫ്രീ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനേ, എന്നാണ്ട് വിശേഷങ്ങൾ, എന്നാണ്ട് വാർത്തകൾ? ഒത്തിരിയാലോ? നല്ല വിശേഷങ്ങള്, നന്നായിട്ട് പോകുന്ന കാര്യങ്ങള്. വിവരമൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും വിളിക്കുന്നേ. നിങ്ങൾ തന്നെ നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ, വല്ല പ്രൊമോഷൻ. നിങ്ങൾ നമ്മുടെ കമ്പനിയെ പോലെ ഒന്നുമല്ലോ, നിങ്ങൾക്ക് നല്ല ഇതൊക്കെ അല്ലേ. നിങ്ങൾ ടൂർ അടിക്കുക, നിങ്ങൾ ഫോട്ടോയൊക്കെ നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അല്ലേ നിങ്ങൾ തകർത്ത്? നമ്മുടെ ഗതികേടൊന്നും നിങ്ങൾക്കില്ലല്ലോ. അതെന്താ സംഭവിച്ചാലേ, ഇപ്പൊ ജോബിന്റേതായ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ അടിച്ചുപൊളി എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിഷമങ്ങളൊന്നും ആരും അറിയിക്കണ്ടല്ലോ. അപ്പൊ ജോലിയുടേതായ തിരക്കും കാര്യങ്ങളായ കാരണം കൊണ്ട് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റാറില്ല. നിങ്ങൾ വലിയ ഫാമിലി ആയിട്ട് ടൂർ അടിക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ടല്ലോ. പിന്നെ എന്നാ പ്രശ്നം? അടിച്ചു പൊളിച്ച് നടക്കുന്നതായിട്ടാണ് നമുക്ക്. നമ്മുടെ ഒരു അവസ്ഥയൊന്നും അല്ലല്ലോ നിങ്ങൾക്ക്. അതൊരു ട്രിപ്പ് പോയതാണ്, അതിന്റെ ഫോട്ടോസ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴൊന്നല്ല, കുറച്ച് മുന്നേ പോയിട്ടുള്ളതാ. ഇപ്പൊ ഒന്നും അതിന് സമയം കിട്ടുന്നില്ലെന്നേ. നല്ല ജോബിന്റേതായ നല്ല പ്രഷർ ഉണ്ട് ശരിക്കും.
നന്നായിട്ടുണ്ട്. അത് ശരി. ഞാൻ വിചാരിച്ചു പക്ഷെ കുഴപ്പമില്ലാണ്. നിങ്ങൾക്ക് നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ നമ്മുടെ അവസ്ഥയായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചത്. നമ്മള് ഇങ്ങനെയൊക്കെയാ പോകുന്നത്. നിങ്ങൾക്ക് എങ്കിലും നല്ല ഇതായിട്ടാ ജീവിക്കുന്ന ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെ നല്ല അവസ്ഥ. കുഴപ്പമില്ല, അങ്ങനെ അങ്ങനെ പോണു. അങ്ങനെ ആണല്ലോ. ഒന്നുമില്ലെങ്കിലും പൈസയിലും കിട്ടുന്നുണ്ട്, സമാധാനമുണ്ട്. അതെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ നമുക്കൊന്നും അതും ഇല്ല, സമയവും ഇല്ല, ഇതില്ല. ഒന്നുമില്ലെങ്കിലും നല്ല നല്ല സാലറി, നല്ല പേയ്മെന്റ് അല്ലേ, നല്ല ഇതല്ലേ, നല്ല കമ്പനിയാണ്, നല്ല ഇതും കിട്ടുന്നുണ്ടല്ലോ, നല്ല പാക്കേജ് അല്ലേ. പാക്കേജ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലവുകൾ, ഇപ്പോഴത്തെ ചെലവുകൾ അറിയാലോ, ഭയങ്കരമായിട്ടുള്ള ചെലവുകളാ. നമ്മൾ 31-ാം തീയതി ശമ്പളം കിട്ടിയത് അറിയുള്ളൂ. മാക്സിമം ഒരു 5-ാം തീയതി to 10-ാം തീയതിക്കുള്ളിൽ അക്കൗണ്ട് കാലിയായി. ആ അത് ശരി. രീതിയിലാണ്. കാരണം അത്യാവശ്യം നമ്മൾ ഈ സാലറി കണ്ടുകൊണ്ട് ഒരുപാട് കമ്മിറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത കാരണം കൊണ്ടേ ആ അത്യാവശ്യം അതിന്റേതായ ഒരു ഓട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വേറെ മൂവ് ചെയ്യാനും പറ്റില്ല. കാരണം ഒരു ഫിക്സഡ് വരുമാനം ഉണ്ടായാലേ പറ്റൂ. അത് ശരി. ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. തന്നെ വൈഫും വർക്കിംഗ് അല്ലേ, നിങ്ങൾ രണ്ടുപേരുടെ ആകുമ്പോഴത്തേനും എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ, നല്ല ഇൻകം അല്ലേ. രണ്ടുപേര് വർക്ക് ചെയ്തിട്ടും നമ്മൾ വിചാരിച്ച ഒരു ഇതിലേക്ക് എത്തില്ല. ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ ഓക്കെ. നോർമലി ഇപ്പൊ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങനെ പോകുന്നു മാത്രം. വേറെ വലിയ സേവിങ്സിലേക്കും നമുക്ക് എത്താൻ പറ്റില്ല. എന്നാലും അങ്ങനെ പോകുന്നു മാത്രം. ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും നമ്മള് ഇതുപോലെ നിങ്ങളെ ഒക്കെ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മൾ ഈ EMI-യും സാധനങ്ങളും മന്ത്ലി ഇങ്ങനെ 31-ാം തീയതി ഇത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. അന്നേരം തന്നെ സാധനം അന്ന് വൈകുന്നേരം സംഭവം എല്ലാം തീർന്ന് കാലി തിരിച്ചു പോകുമ്പോഴത്തേനും മസാല ദോശം കഴിച്ചിട്ട് വീട്ടിൽ പോയി. ഇതാണ് നമ്മളെ സാലറിയുടെ എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളും പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സംഭവം ഇങ്ങനെ നമ്മളോട് പറഞ്ഞു. ഒരു നല്ല ഒരു സംഭവം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ, നമ്മളിങ്ങനെ വല്ലവർക്കും വേണ്ടി പണിയെടുത്തിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണ്ടേ. അങ്ങനെയൊക്കെ ഞാൻ കുറെ കാലമായിട്ട് നല്ല സംഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കുമ്പോഴേ നല്ല സാധനങ്ങൾ നമ്മൾ പലതും തപ്പിയപ്പോഴത്തേനും ജെനുവിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒത്തുകിട്ടാൻ വളരെ പാടാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വളരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ തോന്നിയത്. പക്ഷേ കുറച്ച് ഒന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനെ സംഭവം കൊള്ളാം. കാരണം നമുക്ക് ഒരു പാർട്ട് ടൈം ഇനിയുള്ള കാലത്തെ നമ്മൾ ഏജ് മുമ്പോട്ടൊക്കെ വരുമല്ലേ, ഇത്ര ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാം, ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാം, ഇതിനൊന്നും തടസ്സപ്പെടുത്തണ്ട. അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഒന്ന് പഠിക്കാൻ നോക്കി. കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. ഞാനെന്താ വെച്ചാലേ, ഞാനിപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നോക്കണം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ജോബിന്റെ ഈ സമയം കഴിഞ്ഞിട്ട് ഒന്നിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം നമുക്ക് എന്തെങ്കിലും ടൈം കിട്ടണ്ടേ എന്തെങ്കിലും ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു എനിക്ക് വരുമാനം കൊണ്ട് ഈ പറഞ്ഞ പോലെ തോന്നുന്നു നിങ്ങള് ഗണേശി അങ്ങനെയാണ് പറഞ്ഞ പോലെ പറഞ്ഞോ. ഗണേശി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ സഫീഷ്യന്റ് അല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് വേറെ എന്തെങ്കിലും തിരിയാനുള്ള ടൈമില്ല. കാരണം ഈ മന്ത് ഒക്കെ ആകുമ്പോഴേക്കും നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടേ, അറിയാലോ ബാങ്ക് ഇൻഡസ്ട്രിയുടെ അവസ്ഥ അറിയാലോ. ഓരോ ദിവസവും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നെ അങ്ങ് പോണു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണെങ്കിലേ അതിന്റെ ഒരു പ്രധാന ആൾക്കാരെ എനിക്ക് പരിചയമുള്ളവർ, അവരൊരു UK ബേസ്ഡ് ഒരു കമ്പനിയാണ്. കേരളത്തിൽ അത് കൊണ്ടുവന്നിരിക്കുന്നവരെ എനിക്ക് അവരെ പരിചയമുണ്ട്. അവർ തന്നെ ശരിക്കുള്ള നല്ല റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഒരു വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്തെങ്കിലും നമ്മളെപ്പോലെ ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൂടെ പാരലായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു മെയിൻ ആളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ നോക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതായത് നല്ല സാധ്യതയുണ്ടോ, നിങ്ങൾക്കൂടെ അതിനെക്കുറിച്ച് വല്ല പ്രയോജനപ്പെടുത്താൻ പറ്റുമെങ്കിൽ വേണം ഞാൻ നോക്കട്ടെ. അതിന്റെ ചിലപ്പോൾ മിക്കവാറും ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം ചിലപ്പോൾ ഒരു പ്രസന്റേഷൻ വെക്കാൻ പ്ലാൻ ഉണ്ട്. ഇപ്പം ജസ്റ്റ് ലോഞ്ചാണ്, UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു അടുത്ത ദിവസം എന്താണ് പ്രൊജക്ട് എന്താണ്? പ്രോജക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ അറിയാമല്ലോ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഇതിന്റെ ഒക്കെ ഒരു കാലമല്ലേ. നമ്മൾ ഈ ടെക്നോളജിയിലാണല്ലോ പരിപാടി മുഴുവൻ നടക്കുന്നത്. നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ള വർക്ക് കൊണ്ട് നമുക്കറിയാമല്ലോ, ഇപ്പൊ കൊച്ചു കുട്ടികൾ പോലും വലിയ വലിയ കമ്പനി ഉണ്ടാക്കുന്നു. 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 50 കോടി രൂപയുടെ കമ്പനി ഉണ്ടാക്കി. നമ്മളൊക്കെ ഇത്രയും കാലം കിടന്ന് പണിയെടുത്തിട്ട് എന്നാന്ന് ഇനി എത്ര കൊല്ലം ചെയ്തു കഴിഞ്ഞാലും ഇടം വരെ എത്തും. അപ്പൊ കൊച്ചു പിള്ളേർ പോലും ഇത്രയും സാധനം ഉണ്ടാക്കുന്നു, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ടെക്നോളജി പ്ലാറ്റ്ഫോം, അതാണ് എനിക്ക് താല്പര്യം വന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓടി അറിയേണ്ട, നമ്മുടെ ടൈം ഏത് സമയത്തും നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ട് എനിക്ക് അറിയാൻ മേല. അതിന്റെ ഒരു എക്സ്പെർട്ടുകൾ കൂടെ ഉണ്ട്. അവർ അടുത്ത ദിവസം ഒരു പ്രസന്റേഷൻ വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, അതിനകത്ത് ഒരു ഇതുണ്ടെങ്കിൽ സീറ്റ് ഉണ്ടാക്കാം, ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണ് ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാതെ ഞാൻ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് പറഞ്ഞുതരാൻ അറിയാൻ മേല. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മതി കേട്ടോ. അല്ലെങ്കിൽ വരണ്ട. ഫ്രീ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രീ ആക്കിയാലും നഷ്ടമൊന്നുമില്ലെന്ന് ഞാൻ പറയും. കാരണം ഞാൻ അങ്ങനെ തേടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത്. അത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം.
എന്നായിരിക്കും അത് ദിവസം? ഇത് അത് മീറ്റിംഗ് എന്ന് മിക്കവാറും പറയുന്നത് ഫിസിക്കൽ മീറ്റ് ആണോ? ഈ ഫ്രൈഡേ ഈവനിങ് ആയിരിക്കും. ഞാനൊന്നൊരു കൺഫേം ചെയ്യാം. ഫ്രൈഡേ ഈവനിങ് ഒരു 8:30 സമയത്താണെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ഈവനിങ് ഫ്രൈഡേ ഈവനിങ് ആ സമയത്ത് ഒരു 8:30 ആകുമ്പോൾ ഫ്രീ ആക്കാം. ഒരു 1 hour ഉണ്ടാവും. 1 hour പൂർണ്ണമായിട്ട് ഇരിക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ. നമ്മൾ അവിടെ ഇവിടെയും കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഞാനും അത് ഫ്രീ ആയിട്ട് ഒരു ദിവസം മാറ്റി വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഫ്രൈഡേ ഇനി പൂർണ്ണമായിട്ട് പറ്റിയാലേ വേണ്ട, നമുക്ക് വേറെ ദിവസം എന്തെങ്കിലും വരുമ്പം നമുക്ക് നോക്കാം. ഇല്ല, കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് വേണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ഗണേശ് പറയുമ്പോ എന്തായാലും മോശം ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യമുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. എട്ടരയ്ക്കാണല്ലോ സമയം? ഈവനിങ് 8:30. 1 hour ഇരിക്കണം കേട്ടോ. 1 hour ഉണ്ട്. അല്ലാതെ നമുക്ക് 1 hour ഫ്രീ അല്ല. ഹർബറി ആണേ വേണ്ട. പിന്നെ വേറൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. അന്ന് ഫ്രീ ആണെങ്കിൽ മാത്രം മതി. ഓക്കെ, ഫ്രീ ആക്കാവോ? എന്താണ് സംഭവം എന്ന് പറയാമോ? എന്താണ് ചെറിയൊരു ഹിന്റ് തരാമോ? എനിക്ക് ആ കൂടി 3 ഗസ്റ്റിനെ വിളിക്കാൻ പറ്റുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 3 പേരെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് കൺഫേം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്താ സംഭവം എന്നൊന്ന് ഹിന്റ് തരാമോ? അല്ല, സംഭവം 1 മണിക്കൂർ വലിയൊരു പ്രോജക്റ്റാണ്. നമ്മളിപ്പോ 5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനേക്കാളത് എനിക്കത് പൂർണ്ണമായിട്ടും പറഞ്ഞുതരാൻ അറിയാമല്ലോ. വലിയൊരു പ്രോജക്റ്റാണ്. ഞാൻ 1 മിനിറ്റ് ഫോണിൽ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം അതിനകത്ത് എന്തൊക്കെയാണ് ഓപ്ഷൻ, നിങ്ങൾക്ക് അത് സൂട്ടബിൾ ആണോ, നിങ്ങൾ ഈ പ്രോജക്റ്റിന് സൂട്ടബിൾ ആണോ, ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എന്ന് അതിന് ശേഷം നമുക്ക് സംസാരിക്കുന്നില്ലേ നല്ലത്. അല്ലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഈ ചുമ്മാ ഒരു ഇതെടുത്ത് പോകുന്നതിനേക്കാളും നല്ലത്. എന്തായാലും ഇൻഫോർമേറ്റീവ് ആണ്. എന്തായാലും വിവരമുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്. അത് നഷ്ടം വരികയില്ല, സംശയമില്ല. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ ചിലവാക്കിയാൽ വർത്താണ്. നമ്മൾ എത്രയോ ട്രെയിനിങ് വേറെ വിചാരിക്കല്ല. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ കുറെ കാര്യങ്ങൾ? അല്ല, ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. നല്ല പ്രൊഫഷണൽസ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. വളരെ ഇതായിട്ടുള്ള ഇതാണ്. ഒരു ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇനി ഭാവിയിലേക്കുള്ള സാധനമാണ്. നമ്മളൊരു ഇത്രയും കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇനി നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ട് എന്താ കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ. കമ്പനിയുടെ കാര്യമല്ല, ജോലിയുടെ കാര്യമല്ല, എപ്പോഴാണ് പണി തെറിക്കുന്നത് അറിയാൻ മേല. എന്തെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നിട്ട് വേണോ വേണ്ടെന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാമല്ലോ. ഓക്കെ, ഞാനെന്നാ നമ്മളെ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഒന്ന് ലിങ്ക് ഒന്ന് മേടിച്ചിട്ട് ഞാൻ തരാം. എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗസ്റ്റ് എനിക്ക് കയറ്റാൻ പറ്റുള്ളൂ. 3 പേരെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരെണ്ണം ഞാനെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, അംബീഷ്യസ് ആണ്. എന്തെങ്കിലുമൊക്കെ സാധാരണ നമ്മുടെ കൂട്ടുകാരെ പോലും ഒന്നുമല്ല, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പഠിക്കണം, മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞാൻ അധികം പേരെ വിളിക്കുന്നില്ല. ആ കൂടി 3 പേരേ ഉള്ളൂ. ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള 3 പേര്. ഞാൻ ടിക്കറ്റ് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റുമല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഓക്കെ. ഞാൻ ഓർപ്പിക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ അറിയിക്കണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇതുവരെ പ്രോബ്ലംസ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഗണേശ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കയറി നോക്കാം. നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാലോ. ഓക്കെ. ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഞാനൊന്ന് ലിങ്ക് അയക്കാം. ഞാനൊരു റിമൈൻഡർ തരാം. ഓക്കെ, മിസ്സാക്കരുത്. മിസ്സായാലും എനിക്കും നഷ്ടമാണ്, നിങ്ങൾക്കും നഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് അറിയാൻ കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് എന്റെ 3 പേരുടെ ചാൻസ് പോവുകയും ചെയ്യും. ആയിക്കോട്ടെ, ഓക്കെ. താങ്ക് യു. ഓക്കെ. നമ്മളൊരാളെ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളും വിളിക്കുമ്പോൾ ആദ്യം ഫ്രീ ആണോ എന്ന് ചോദിക്കുക. ചുമ്മാ ചാടി കയറി വിളിച്ചിട്ട് വിവരം പറയരുത്. ആദ്യം ഫ്രീ ആണോ, 5 മിനിറ്റ് സംസാരിക്കാവട്ടെ, 5 മിനിറ്റ് എടുക്കും, അല്ല കുറച്ച് കഴിഞ്ഞ് വിളിക്കണോ. അതൊക്കെ ഒരു പ്രൊഫഷണലിസം. നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ഒരാൾ ആദ്യം അവർ കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ അവർ നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. ചുമ്മാ ഫോൺ വിളിച്ച് ചില ആൾക്കാർ ചുമ്മാ റേഡിയോ തുറക്കുന്നവർ സംസാരിച്ചാൽ അതിന്റെ പേര് തന്നെ ചിലപ്പോൾ ആൾക്കാർ നഷ്ടപ്പെടും. അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് കൂളാക്കി നമ്മൾ ലോഹിയൊക്കെ പറഞ്ഞൊരു ചിരിക്കുന്ന അവരുടെ നല്ല മൂഡാണോ, അവർ വല്ല സ്ട്രെസ്സിലിരിക്കുന്ന സമയമാണോ, അവർ വല്ല ടെൻഷനിലിരിക്കുന്ന സമയമാണോ, ആ സമയത്ത് സംസാരിക്കാൻ പോകരുത്. അവർ തിരക്കാണോ എന്നൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടേ ഫോണിൽ വിളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കാവുള്ളൂ. 5 മിനിറ്റ് ഫ്രീ ആണോ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ അവരുടെ മൂഡ് വോയിസ് കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ഫ്രീ ആണോ. അല്ല നമ്മൾ സംസാരിക്കരുത്. ആ സമയത്ത് സംസാരിക്കേണ്ടത് ഒക്കെ ഞാൻ പിന്നെ വിളിക്കാം, അല്ലെ തിരിച്ച് വിളിക്കാം, അല്ലെ ഏത് സമയത്ത് വിളിക്കുന്നതായിരിക്കും സൗകര്യം. പിന്നെ പെർമിഷൻ ചോദിച്ചിട്ട് വിളിക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. പുള്ളിയുടെ ആ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. അതേ പ്രശ്നങ്ങൾ കാരണം പുള്ളിക്ക് എന്നാലും കുറച്ചുകൂടെ തോന്നണം ആ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. ലാസ്റ്റ് ഞാൻ പറയുന്നത് എനിക്ക് ആ കൂടി 3 ടിക്കറ്റേ ഉള്ളൂ. 3 പേരെ എനിക്ക് വിളിക്കാൻ പറ്റും. ഞാൻ ഒത്തിരി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ആണെന്ന് പറയുന്നില്ല. അടുത്ത ദിവസം ഒരു പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. അത് പറ്റിയെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ അടുത്ത പ്രസന്റേഷനിലേക്ക് വെക്കും. നോക്കട്ടെ, ചിലപ്പോൾ ഒരെണ്ണോട് ഉണ്ടായേക്കും, ആള് ഫില്ലാവും. അങ്ങനെയാണ് ചിലപ്പോൾ ഒരെണ്ണോട് ഉണ്ടായേക്കും എന്ന് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത. അല്ലാതെ എല്ലാ ചൊവ്വാഴ്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇനി 1 കൊല്ലം കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണെങ്കിലും കയറിയാൽ മതിയല്ലോ എന്ന്. കാരണം അവർക്ക് അന്നേരം ഇൻട്രസ്റ്റ് പോയി. അവരുടെ പ്രയോറിറ്റി നമ്മൾ അപ്പം എനിക്ക് ആ കൂടി 3 ടിക്കറ്റുള്ളത് വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പം എന്നോടൊരു കമ്മിറ്റ്മെന്റ് ആയി അദ്ദേഹത്തിന്. ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ നമ്മുടെ
ദൃശ്യം സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്നത് എൻ്റെ ഓഗസ്റ്റ് 12 എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുക, എനിക്ക് 3 പേരേ ഉള്ളൂ, അത് കളയരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇങ്ങനത്തെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാർ കൂടുതൽ വരും. അവരെ ആദ്യം കംഫർട്ടബിൾ ആക്കുക, അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് സംസാരിക്കുക, അവരെ ആദ്യം കംഫർട്ടബിൾ ആക്കുക, അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിരുന്നു പറയുക. അതിന് ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ആ പ്രശ്നത്തിന് അവരുടെ പ്രശ്നം ഇനി ഭാവി സംഭവിക്കാൻ പോകുന്നതിന് ഒന്നുകൂടെ ഒന്ന് ആൾക്ക് എത്തിച്ചു, എന്നിട്ട് ഒരു ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്തു. അതിനകത്ത് നിങ്ങൾ മാറരുത്, ലോക്ക് ചെയ്യുക. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോസ്പെക്റ്റിന്റെ നമ്പർ മീറ്റിങ്ങിൽ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു അപ്രോച്ച് മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം. നമ്മുടെ സ്ലൈഡിന്റെ ബാക്കി വേറെ അപ്രോച്ച് നമ്മൾ ഈ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ 1 to 1 ആയിട്ട് പറയേണ്ടി വരും. 1 to 1 ആയിട്ട് പറയണേലും ഏകദേശം ഈ ഒരു പാറ്റേൺ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ 1 to 1 ആയിട്ടും നമ്മൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ടൈം എടുക്കുക, ഫ്രീ ആണെന്ന് ചോദിക്കുക, എന്നിട്ട് 10 മിനിറ്റ് സമയം അല്ലെ അരമണിക്കൂർ ഫ്രീ ടൈം മാറ്റി വെക്കണം. നിങ്ങൾ ഫ്രീ മൈൻഡിലിരിക്കുമ്പോൾ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങേ സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആണ് എന്നൊരു ഫീല് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്. നമ്മുടെ പ്രോസ്പെക്ട് നിൽക്കുന്നത് നിൽക്കുകയാണല്ലോ സ്ലൈഡ്. ഒരു മിനിറ്റ്. എന്തോ ഒരു നെറ്റ്വർക്ക് എറർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ അടുത്ത സ്ലൈഡിലേക്ക് പോകണേ പണിയായിരിക്കും. കാണാൻ പറ്റുന്ന സാറേ. പക്ഷെ അത് ഒരു മിനിറ്റ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ പ്രസന്റേഷൻ 1 to 1 പ്രസന്റേഷൻസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നീഡ് ക്രിയേഷൻ അവിടം വരെ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പറഞ്ഞാൽ, അതായത് ദോശയുടെ കല്ല് ചൂടാക്കി വെക്കുക, എന്നിട്ട് മാവ് ഒഴിക്കുക. അവർക്കൊരു നീഡ് ക്രിയേഷൻ നമ്മൾ ഉണ്ടാക്കി അവരുടെ മൈൻഡ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ചുമ്മാ കയറി പറയുന്നതിനേക്കാളും എപ്പോഴും റിസൾട്ട് ഉണ്ടായിരിക്കും. ആ രീതിയിൽ നമ്മൾ ചെയ്യുക. എപ്പോഴും നമ്മുടെ USP ഹൈലൈറ്റ്, യുണീക് സെല്ലിംഗ് പോയിന്റ്. നമ്മുടെ ഇതിനകത്ത് ഏറ്റവും യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണ്? കാരണം വന്നാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പിറ്റേ ദിവസം രാവിലെ മുതൽ ഇൻകം കിട്ടും, ലൈഫ് ലോങ് പഠിക്കാം, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന സപ്പോർട്ട് വരും. മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത കാര്യങ്ങളാണ്. അതുകൂടാതെ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ റെഫർ ചെയ്താൽ നമ്മുടെ കോഴ്സ് ഫീസ് ഫ്രീ ആവും. കോഴ്സ് എന്ന് പറയുക, അതൊക്കെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ മൊബൈൽ ആപ്പ് എന്നൊക്കെ പറയുന്നതിനേക്കാളും കോഴ്സ് ഫീസ് നമുക്ക് ഫ്രീ ആവും. നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ 3-4 പേരെ റെഫർ ചെയ്യുമ്പോൾ തന്നെ കോഴ്സ് ഫീസ് ഫ്രീ ആവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്ത് അതും ഒരു ഇൻകം ആക്കാം. ട്രേഡ് ചെയ്ത ആൾക്കാർ ഇവിടെ നന്നായിട്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ മുതൽ ഇൻകം ഉണ്ടാക്കും. പിന്നെ അതുകൂടാതെ നിങ്ങൾ പഠിക്കുന്നിടം വരെ സപ്പോർട്ടും തരും. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇനി നമ്മൾ ഫോളോ അപ്പിനും ഒരു ഇത് നിങ്ങൾക്ക് പറയാം. അതായത്
ഫോളോ അപ്പിൻ്റെ ഒരു ഡെമോ നമ്മൾ ചെയ്യാം. 1-to-1 പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുക. ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം തന്നെയായിരിക്കും. 4-5 ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കാറുള്ളൂ. പ്രോസ്പെക്റ്റ് മാക്സിമം 4-5 ചോദിക്കത്തില്ല, 2-3 ചോദ്യം മാത്രം. ഈ 2-3 ചോദ്യത്തിലേക്ക് മാത്രം അവർ ചോദിക്കാറുള്ളൂ. അതിന് മാത്രം ഉത്തരം കൊടുക്കുക, വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക. അപ്പം നമുക്ക് ഫോളോ അപ്പും അതും ഒന്ന് റോൾ പ്ലേ നമുക്ക് കാണിക്കാം പെട്ടെന്ന്. ഒരു ജസ്റ്റ് എങ്ങനെയാണ് ഫോളോ, ഞാൻ സോറി ഇത് അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്ലൈഡിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഫോളോ അപ്പ് എങ്ങനെ, ഇപ്പം നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എങ്ങനെ വിളിക്കും, അല്ലെ എങ്ങനെയാണ് നമ്മൾ പിറ്റേ ദിവസം വിളിക്കുന്നത്? പിറ്റേ ദിവസം തന്നെ, മാക്സിമം പിറ്റേ ദിവസം തന്നെ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഫോളോ അപ്പ് സമയം ലേറ്റ് ആക്കിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സമയം ലേറ്റ് ആക്കിയാൽ അവരുടെ ഇൻട്രസ്റ്റ് കുറയും. നാച്ചുറലി അവരുടെ ജീവിത പ്രശ്നത്തിലേക്ക് ആൾക്കാർ പോകും. അത് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് കുറയും. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന് തന്നെ ശ്രീജിത്ത് സാർ ഒന്നുകൂടെ വരിക. നമുക്കൊരു ഫോളോ അപ്പ് എങ്ങനെ ചെയ്യുന്നത്, എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹലോ, ശ്രീജിത്ത് അല്ലേ? എന്നാണ്ട്, ഇന്നലെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തോ? ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തോ? നമസ്കാരം. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു. കംപ്ലീറ്റ് വരെ ഇരുന്നില്ലേ? ലാസ്റ്റ് വരെ ഇരുന്നില്ലേ? കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഇതിനകത്ത് എന്താ ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ട് എന്താ തോന്നിയത്? എന്താ അതിനകത്ത് അട്രാക്ഷൻ തോന്നിയത്? സംഭവം കേട്ടപ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ മേഖലയെ പറ്റി വലിയ കണക്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടേ, പിന്നെ നമ്മൾ കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ ട്രേഡിങ് അങ്ങനത്തെ കുറെ കേസുകൾ നമ്മൾ കാണുന്നതല്ലേ. അതിൻ്റെതായ ചെറിയൊരു ഇതുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്. അല്ല, മൊത്തത്തിൽ അതിനകത്ത് ഏത് ഭാഗമാണ് ഇൻട്രസ്റ്റ് തോന്നിയ ഭാഗം എന്താണ്? അതിനകത്ത് എക്സ്പീരിയൻസ് ഷെയർ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയെന്നേ, ഇപ്പോ ഞാനിപ്പോ ഒരു ജോബ് എംപ്ലോയി ആണല്ലോ, അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനത്തെ പറ്റിയിട്ട് നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം പഠിക്കേണ്ട സംഭവമല്ലേ. നോളജ് എപ്പോഴും ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് എത്രമാത്രം നമുക്കത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം ക്രിപ്റ്റോ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളതിനകത്ത് തോന്നുന്ന ബുദ്ധിമുട്ട് എന്താണ്? ശരിക്കും തോന്നിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് നമുക്കതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നവരൊക്കെ കണ്ടല്ലോ, അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താണ് ചെയ്യാൻ തടസ്സമായിട്ട് തോന്നുന്ന പോയിന്റ് എന്താണ്? എന്നുവെച്ചാലേ ഈ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇതൊരു ജെന്യുവിൻ ആണോ അതോ നമുക്ക് അറിയില്ലല്ലോ. ഒരുപാട് ആളുടെ പൈസ പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതേ. ട്രേഡ് ചെയ്തിട്ട് പൈസ പോയ കഥകളൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അതുപോലെ ട്രേഡിങ്ങിന്റെ പൈസ കൊടുത്തിട്ട് പൈസ നഷ്ടപ്പെട്ടു. അവർക്ക് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൈസ പോയി. അത്യാവശ്യം നല്ല ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണേ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആളുകൾ എനിക്ക് എന്റെ അടുത്ത് മുമ്പ് ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് ചെവി കൊടുക്കാറില്ല, എന്നോട് മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവമായ അതായത് കാരണം നിങ്ങൾക്ക് പിന്നെ പരിചയമുള്ള ആരോ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് പൈസ പോയിട്ടുണ്ട് അല്ലേ? അതല്ലേ പറയുന്നത് അല്ലേ? പൈസ പോയിട്ടുണ്ട്. അതന്നെ, ഞാൻ അത്ര അടുത്തറിയുന്ന ഒരാളാ. അന്ന് പുള്ളി എന്റെ അടുത്തൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞത് ഞാൻ പിന്നെ അത് ട്രേഡിംഗ് ആണോ എന്താ പുള്ളി ചെയ്തത്? പുള്ളി ട്രേഡിംഗ് തന്നെയാണ്, അത് ക്രിപ്റ്റോമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിംഗ് തന്നെയാണ് ചെയ്തിരുന്നത്. എന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്റെ അടുത്ത് പറയാനൊക്കെ നോക്കി. പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? പിന്നെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയാ, ചെയിൻ സിസ്റ്റം പോലെയുള്ള ഒരു ഇതാണല്ലോ ശരിക്കും ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങള്. അതിപ്പോ നമുക്ക് അതിലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നില്ലേ. അതിന്റെ ഒരു എങ്ങനെ നമുക്കത് ചെയ്യാം. ഞാൻ ഇപ്പൊ ഓൾറെഡി ജോബ് ചെയ്യുന്ന കാരണം കൊണ്ടേ. അതായത് നമ്മൾ വേറെ ആൾക്കാരെ കണ്ടുപിടിക്കണ്ടേ എന്നുള്ളത്? ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട ആവശ്യം, അതൊന്നും നമുക്കത് നടപടിയാവുന്ന കാര്യമല്ല അത് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ അതല്ലാതെ പിന്നെ വേറെന്താ ബുദ്ധിമുട്ട് തോന്നിയത്? വേറെ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് വേറെ പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഫണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ പറയുമ്പോൾ ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ വരുന്ന സാലറി, ഞാൻ പറഞ്ഞല്ലോ, സാലറി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കറക്റ്റ് പറഞ്ഞ എണ്ണിച്ചൊട്ടപ്പം പോലെ ഉള്ളത്. കറക്റ്റ് നമുക്ക് EMI കാര്യങ്ങളൊക്കെ വെച്ച് തരുമ്പോ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോ വിചാരിച്ചു വേറെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ലാന്ന് ചിന്തിച്ചതേ. പിന്നെ മേഖല ഇതിന്റെ പറ്റി നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. നമുക്കത് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നോ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആളുകൾ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറെ വിദ്യാഭ്യാസം ഇല്ലാത്ത എല്ലാ കാറ്റഗറി ആളുകളെ എക്സ്പീരിയൻസ് കേട്ട് ഞാന്. അപ്പോ അതൊരു ചെയ്യുന്ന ഒരു കാര്യം ചെറിയ ബോധ്യമുണ്ട്. ഞാന് ഇപ്പം അത് പറഞ്ഞത് നന്നായി. എന്നാലും ഓപ്പണായിട്ട് ശ്രീധര് എന്നോട് പറഞ്ഞത് നന്നായി. അപ്പം ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും ഇതേ സെയിം പ്രശ്നങ്ങളായിരുന്നു സത്യത്തിൽ ഞാനും ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്.
കാരണം ശ്രീത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെയും പ്രശ്നം. ഞാൻ അതുകൊണ്ട് സത്യത്തിൽ ഇതിനെ വളരെ സംശയത്തോടെയും പേടിയോടെയും കണ്ടിരുന്നതാണ്. എനിക്കും അറിയാവുന്ന ഒരാൾ പൈസ കളഞ്ഞ ആളുണ്ട്. ഞാൻ അങ്ങേര് അതാണ് ക്രിപ്റ്റോ എന്നാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം പുള്ളി എന്നതിനകത്ത് ക്രിപ്റ്റോ എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങേര് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മളറിയാത്ത വേറെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടില്ലേ ഇന്നലെ മീറ്റിങ്ങിന് 39 ലക്ഷം ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് ചുമ്മാ ഏതാണ്ട് ചാത്തൻ കമ്പനികളുടെ ഒക്കെ ക്രിപ്റ്റോ ഉണ്ട്. ഇതിനെല്ലാം ക്രിപ്റ്റോ എന്ന മൊത്തത്തിൽ പറയുന്നത്. ഇതെല്ലാം സെയിം ആണെന്നാണ് പൊതുവെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവരിവിടെ ചെയ്യിക്കുന്ന ഇതിനകത്ത് ടോപ്പ് 10 കോയിൻ മാത്രം, അത് ഏറ്റവും വാല്യൂ ഉള്ള ലോകത്തെ ഏറ്റവും ടോപ്പ് കോയിൻസ് എപ്പം വേണേലും റെഡി വിൽക്കാവുന്ന കോയിൻ മാത്രമാണ് ചെയ്യുന്നത്. അതും പിന്നെ അവർ സ്പോട്ട് എന്ന് പറഞ്ഞൊരു കേട്ടായിരുന്നു ഇന്നലെ. സ്പോട്ട് എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യുന്നുള്ളൂ. റിസ്ക് ഉള്ള സംഭവങ്ങളൊന്നും ചെയ്യിക്കുന്നില്ല. പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഞാനും ഇതേ ശ്രീധർ പറഞ്ഞ സെയിം കൺഫ്യൂഷൻസ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനിത് വേണ്ടെന്നുള്ള ധാരണയിലിരുന്ന, പക്ഷെ ഇതിനൊന്ന് മനസ്സിലാക്കി ചെന്നപ്പോഴത്തേനും സംഭവം ഈ പറയുന്നത് നമ്മൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആക്ച്വലി വിവരമില്ലാത്ത ആൾക്കാർ ഓരോ പരിപാടികൾ കാണിച്ച് മണ്ടത്തരം കാണിച്ച് മുഴുവൻ ക്രിപ്റ്റോയുടെ പേരിലാണ് ആൾക്കാർ പറയുന്നത്. സത്യത്തിൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. മാത്രമല്ല പൈസ ഇല്ലാന്ന് ശ്രീധർ പറഞ്ഞത് അത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടംപോലെ പൈസയുള്ള ആൾക്കാരുണ്ട്, അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പൈസയ്ക്ക് ടൈറ്റുണ്ട്. നമ്മുടെയൊക്കെ അതേപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം. അങ്ങനെയുള്ളതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചതല്ല, ഞാൻ വിളിക്കുകയില്ല. അതിൻ്റെ നമ്മുടെ വേറൊരു പരിചയക്കാരുണ്ട്, ഒരു ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നവരുണ്ട്. അവരോടിപ്പം പൈസ ഉണ്ടാക്കാനുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയും വേറെ വല്ല പരിപാടിയും പറയാൻ പറയും. അല്ലാതെ ഈ പൈസ ഉണ്ടാക്കാൻ ഇനി വേറെ പണിയൊന്നുമില്ല, നമ്മൾക്ക് 2 വീടും ഫ്ലാറ്റും ഇതൊക്കെ ഉണ്ട്, പിന്നെ അവരോട് പോയിട്ട് ഞാനിത് എന്തിനാ പറയുന്നത്. നമ്മൾ പൈസയ്ക്ക് ടൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനും കടം മേടിച്ച് അറേഞ്ച് ചെയ്താൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രീധരനോടും പറഞ്ഞല്ല. അത് എനിക്ക് വേറെ സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ടല്ല. ശ്രീധരൻ അറിയാമല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഇത്തിരി ഉള്ള ആൾക്കാരല്ല, ഞാൻ വിളിക്കേണ്ട. അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പൈസയ്ക്ക് ടൈറ്റ് ആണ്, പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവരോട് ആണ് നമ്മൾ പറയുന്നത്. എൻ്റെ അവസ്ഥയും അത് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ചേർക്കുന്നതിനെ കുറിച്ച്, ആൾക്കാരെ ഒന്നും ചേർക്കണമെന്ന് അവിടെ ആരും നിർബന്ധമൊന്നുമില്ലല്ലോ. ട്രേഡ് ചെയ്ത് രാവിലെ 6:30 മണിക്ക് വന്നിരുന്ന് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ അവിടെ പറഞ്ഞത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കമ്പനിക്ക് കസ്റ്റമർ വേണം, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണമെന്ന് അവരാരും പറയുന്നില്ലല്ലോ. പ്രൊമോട്ട് ചെയ്താലേ പൈസ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ അവിടെ 2 ലേഡീസൊക്കെ വർത്താനം പറയുന്നിട്ടില്ലേ, വീട്ടമ്മമാരും അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം. വീട്ടന്മാർ പുറത്ത് പോലും പോകാത്ത ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഇരുന്ന് ഇപ്പം മൊബൈലും പിടിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളേതായാലും അതിനേക്കാൾ ബെറ്ററാന്ന് തോന്നുന്നില്ലേ? അതിനകത്തൊക്കെ കണ്ടില്ലേ ഓരോരുത്തർ ലോറി ഡ്രൈവറാന്നൊക്കെ ഉണ്ട് പറയുന്നത്. ഉണ്ട്. അതിനേക്കാളും ഞാൻ ബെറ്ററായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടു. അപ്പൊ അപ്പോഴാണ് എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്തുകൂടെ? തോന്നിയത്. പക്ഷെ അതെ അതെ, അല്ല നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ അപ്പൊ ഇല്ലേ. അത് പക്ഷെ ഞാനത് ഫസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ക്രിപ്റ്റോ എന്നുള്ള വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. നമുക്കൊന്ന് ഇച്ചിരി പിടിപിടിക്കാന്നേ, നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് ഞാൻ എന്നെ വിശ്വാസമില്ലേ, അത്രയും തീർച്ചയായിട്ടും വിചാരിച്ചാൽ അതുകൊണ്ടാണല്ലോ ഞാൻ അറിയാമോ, എന്നെ പ്രോഗ്രാമിലേക്ക് കയറിയത്. വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ അത് പ്രോഗ്രാമിലേക്ക് കയറിയത്. തൽക്കാലം അത് മാത്രം മതി. ഞാനിപ്പോ ഒരു 9,000 രൂപ എൻ്റെ ഒരു ലാഭത്തിന് വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ട് ചേർത്തിട്ട് ഞാൻ ഏതായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഏതായാലും ഒരു അല്ല 9,000 രൂപയ്ക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം കളയാൻ ഞാൻ നിൽക്കുമോ? അങ്ങനെ അതില്ല ഒരു പ്രശ്നം അതില്ല വന്നാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് ഒരു 15-20 ദിവസം ഇവരുടെ ഒരു മീറ്റിങ്ങിനും പരിപാടിക്കും വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടമായി പോയെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ എടുത്ത് തിരിച്ചു തരാം. ഈ ഒരു 10-20 ദിവസത്തേക്ക് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ മീറ്റിങ്ങിന് റെഗുലറായിട്ട് വരണം, കയറണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നിയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനുണ്ട്, ഞാൻ ഏറ്റെടുക്കും. പോരെ? തീർച്ചയായിട്ടും അല്ല, NSG പറയുമ്പോൾ അതുപോലെ തീർച്ചയായിട്ടും ഒരു കാര്യം പുതിയൊന്നും ചെയ്യും, പറയാനില്ല. പൈസ ഉണ്ടായിട്ടല്ല, എന്നാലും ഞാനിപ്പോ ഒരു കാര്യം, ഇത്രയും നിങ്ങളിപ്പം വേറെ വേറെ അതിനകത്ത് കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാനിപ്പോ ഒരു ലിങ്ക് അങ്ങ് അയച്ചു തരാം. എൻ്റെ ഒരു റെഫറൽ ലിങ്കാണ്. നിങ്ങൾ അതിൽ നിങ്ങളുടെ പേര്, മെയിൽ ID, പാസ്വേഡ് ഒന്ന് എടുത്തേ. നിങ്ങളെ മൊബൈലിൽ ഞാൻ വാട്സാപ്പ് ഇട്ടിട്ടുണ്ടോ, ഒന്ന് ഓപ്പൺ ചെയ്തേ. അല്ല അത് ഞാനത് പിന്നെ നോക്കിയാൽ അല്ല, പോരെ. രജിസ്റ്റർ ഞാനത് ചെയ്യുന്നതിന് ഇപ്പൊ പറ്റിയതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യുന്നതിന് പൈസ അല്ല. ഒന്നുമില്ല. ഞാൻ ആ വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെ പേരും സാധനങ്ങളും കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്തേ. പെട്ടെന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ 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 ഒന്ന് ഓക്കെ ഓപ്പൺ ഓക്കെ. ചെയ്തേ. ഓപ്പൺ ചെയ്തേ, ഞാൻ വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്. അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ടോ? ഒന്ന് ഓപ്പൺ ചെയ്തേ, ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ 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 ഓക്കെ. വന്നില്ലേ? ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഓപ്പൺ ഒന്ന് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തേ, ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ആയിട്ടുണ്ട്. ഓക്കെ. ആദ്യത്തെ ഫസ്റ്റ് നിങ്ങളുടെ പേര്, ഫുൾ നെയിം കൊടുക്കണേ. പേര് നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫുൾ നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. മെയിൽ ഐ ഡി നെക്സ്റ്റ്. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ എന്താ? യൂസർ നെയിം ഒരു ഡിസ്പ്ലേ നെയിം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരോ അമ്മയുടെ പേരോ മോടെ പേരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്. നമുക്ക് നാളെ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഒക്കെ വരുമ്പോൾ തന്നെ ആ പേരായിരിക്കും ഉപയോഗിക്കുന്നത്. ഒരു ഡിസ്പ്ലേ നെയിം, ഒരു പേരിടുക. ഓക്കെ മെയിൽ ഓക്കെ ഐ ഡി ഓക്കെ കറക്റ്റ് ആയിരിക്കണേ. മെയിൽ ഐ ഡി കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. ഓക്കെ ഓക്കെ. പാസ്വേഡ് എന്ന് പറയുന്നത് മെയിൽ ഐഡിയുടെ പാസ്വേഡ് ആണോ നിങ്ങളൊരു കൊടുക്കണ്ടേ? പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി മെയിലിന്റെ പാസ്വേഡ് തന്നെ ഒന്നും വേണമെന്നില്ല, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ.
അതൊന്ന് ക്രിയേറ്റ് അക്കൗണ്ട് വന്നില്ലേ? അതിന്റെ താഴെ ഓക്കെ. എൻ്റെ റെഫറൽ ID കോഡായിരിക്കും ആ അവിടെ പേര് കിടക്കുന്നത്. വന്നിട്ടുണ്ട് ഗണേഷ്. ആ ആ വന്നിട്ടുണ്ട് ആ, വന്നിട്ടുണ്ട്. അതിന് അതിന്റെ താഴെ നിങ്ങൾ ആ ക്രിയേറ്റ് അക്കൗണ്ട് ഞെക്കിക്കുക. ആ ഓക്കെ ഓക്കെ. അടുത്ത പേജ് സബ്മിറ്റ് ആയി. ഓപ്പൺ ആയില്ലേ? അതിന്റെ ഓപ്പണായി ഓപ്പണായി. ലോഗിൻ ചെയ്ത് ലോഗിൻ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്ത്. ഏതിപ്പോ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ആ ആണോ അതെ കൊടുക്കുന്നത്? അതെ, അവിടെ മെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ഓപ്പൺ ചെയ്ത് വലത്തെ മുകളിൽ ഒരു 3 ലൈൻ കാണുന്നില്ലേ? ആ ഉണ്ട് 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 ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് അതേ ക്ലിക്ക് ചെയ്ത്. ആ ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡ് മുകളിൽ ഒരു 3 ലൈൻ കണ്ടോ? ആ കണ്ടു കണ്ടു കണ്ടു. അതേ ക്ലിക്ക് ചെയ്ത് ഡാഷ്ബോർഡ് കണ്ടില്ലേ? അതിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? ആ അതിന്റെ ആ അല്ലേ? വന്നില്ല. അതിന്റെ അവിടെ ഓക്കെ. ഡാഷ്ബോർഡ് കണ്ടോ? ഡാഷ്ബോർഡ് ആ കണ്ടോ? കണ്ടു കണ്ടു ആ കണ്ടു. അതേ ക്ലിക്ക് ചെയ്ത്. ആ ഓക്കെ ഓക്കെ. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡ് കണ്ടോ? നാലാമത്തെ ആ കിടക്കുന്നില്ലേ? അതെ അത് ആ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഓക്കെ. ഒരു ക്ലിക്ക് QR ചെയ്തു. കോഡും താഴെ ഒരു ഇതൊക്കെ വരുന്നില്ലേ? ഒരു ഒരു ബ്ലോക്ക് ചെയിൻ ഇൻറ്റു പോലെ അഡ്രസ്സും. ആയിട്ട് ആ കാണുന്നല്ലേ? അതിന്റെ ഇൻറ്റു പോലെ. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ കണ്ടോ? ഗ്രീൻ കളർ. അതെ, ഉണ്ട് ആ ഉണ്ട് ഗ്രീൻ ഉണ്ട്. കളർ ബട്ടണിൽ ഒന്ന് പ്രസ് കോപ്പി ചെയ്തേ. കോപ്പി ചെയ്യാനുള്ളതാ? കോപ്പി ആ ചെയ്യാനുള്ളതാ? കോപ്പി നിങ്ങളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്തേ. ഓക്കെ ഓക്കെ. ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് ഇതിന്ന് മിനിമൈസ് ചെയ്തിട്ട് വാട്സാപ്പ് എടുത്തേ. ഓക്കെ ഓക്കെ. ഓക്കെ വാട്സാപ്പ് വാട്സാപ്പ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട്. എന്റെ ഹെഡ് എടുത്തേ. എടുത്തു എടുത്തു. എന്റെ ഹെഡ് എടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്തേ. ഓക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനകത്ത് എത്ര രൂപ കിടപ്പുണ്ട് ഗൂഗിൾ പേയില്? ഫണ്ടിന്റെ കാര്യം പറഞ്ഞതേ ഞാൻ പറഞ്ഞില്ലേ, സാലറി വരാണ്ട് നമുക്ക് അല്ല അത് കാര്യങ്ങള്. കുഴപ്പമില്ലെന്നേ, അത് വരട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ നോക്കട്ടെ എങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും. എത്ര രൂപ ഉണ്ടാവും അക്കൗണ്ടിൽ? എത്ര രൂപ ഉണ്ട് ഇപ്പം? അത് പൈസ എന്ന് പറയുമ്പോ അധികമൊന്നുമില്ല, ഒരു 10,000-4,000 രൂപ അടുത്തുള്ളൂ. ഓക്കെ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിപ്പോ തൽക്കാലം ഒരു 4,000 ഇങ്ങോട്ട് എന്റെ ഈ നമ്പറിലേക്ക്, ഇപ്പം വിളിച്ച നമ്പറില്ലേ, ഈ നമ്പർ എന്റെ 944709, ഒന്ന് ഗൂഗിൾ പേ ചെയ്തേ. അല്ല ഞാൻ അത് സാലറി ഒന്ന് ചെയ്താൽ പോരെ? അല്ല അത് കുഴപ്പമില്ലെന്നേ. സാലറി ഞാൻ നോക്കട്ടെ, ഞാൻ എങ്ങനെയും നോക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ടിട്ടെ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. നമുക്കറിയാമല്ലോ നിങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാം, നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ, നമുക്ക് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം ചെയ്യാം, അത് ഉള്ളത് ഗൂഗിൾ പേ ഇപ്പം തന്നെ ചെയ്തേക്ക്. ഉള്ളത് ഇട്ടാൽ ഓക്കെ മതി. ഓക്കെ 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 ചെയ്യാൻ ഓക്കെ പറ്റും. 4,000 ഇല്ലെങ്കിൽ 3,000 ഇട്ടാലും മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 3,000 രൂപ ഞാനിപ്പോ അയക്കാം കേട്ടോ. 3,000 ഇട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഗണേശ്. ഞാൻ ഞാൻ വേറെ വിളിക്കാം. അതാണ് നിങ്ങളുടെ കൺഗ്രാലേഷൻ. നിങ്ങൾ എന്തായാലും അതിനകത്തൊരു നമുക്ക് പിടിക്കാന്നേ, ഒന്നും പേടിക്കണ്ടെന്നേ. ഡോണ്ട് വറി, നമ്മളല്ലേ ഓക്കെ ഉള്ളത്. ഓക്കെ 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 ഒന്നും ഓക്കെ. പേടിക്കണ്ട. ഞാൻ നിങ്ങളെ വിളിക്കാതെ. എന്നിട്ട് ഏറ്റവും ഗണേശിനെ അത്യാവശ്യമായിട്ട് വിശ്വസിക്കണുണ്ടോ? ചെയ്യേണ്ടത്, ഞാൻ ഞാനൊരു ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതൊക്കെ അങ്ങോട്ട് അയച്ചു തരാം. നമ്മൾക്ക് എന്നാ വെച്ചാൽ അതിന്റെ ഒരു ബിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ, അതിന്റെ ഒരു ഡൗൺലോഡ് ആ ചെയ്യണം, ആ ആ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇന്ന് ആ ആ വൈകുന്നേരം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം മിസ്സാവരുത്. ഇന്ന് വൈകുന്നേരം ഓ, ഉണ്ട്. നാളെ എത്ര രാവിലെ മണിക്കാ? 6:30ക്കും ഇന്ന് വൈകുന്നേരം 8:30യും നാളെ രാവിലെ ആ 6:30ക്കും. ഇന്ന് വൈകുന്നേരം 8:30യുടെ മീറ്റിംഗ് മിസ്സാവരുത് ഒരു കാരണവശാലും. എന്ത് സൗകര്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചോണം കേട്ടോ. ഓക്കെ 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 ഓക്കെ. കാരണം നിങ്ങളിപ്പം ഇന്നലെ അറ്റൻഡ് ചെയ്തപ്പം എന്തെങ്കിലുമൊക്കെ കേട്ടെന്നല്ലാതെ നിങ്ങൾ ഇനി അറ്റൻഡ് ആ ചെയ്യുമ്പോഴേ കൂടുതൽ പഠിക്കുള്ളൂ. ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇന്നത്തെ ഓ, മീറ്റിംഗ് കയറുമ്പോഴേ നിങ്ങൾക്ക്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് സംസാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള 1-2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ന് മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ആൾക്കാർ, ഒത്തിരി ആൾക്കാരുണ്ടാവും. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പം ശരി. വൈകുന്നേരം. ഓക്കെ റൈറ്റ്. കൺഗ്രാലേഷൻ. നമ്മുടെ ടീമിലെ നമ്മൾ വളരെ താങ്ക് യു. ഇമ്പോർട്ടൻ്റ് ആൾക്കാർ 2-3 പേരുണ്ട്, വളരെ പ്രധാന ആൾക്കാർ. ഞാൻ അവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ്, വളരെ നമുക്കൊരു ടീമിലൊരു അസറ്റ് ആയിരിക്കും എന്നൊക്കെ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പരിചയപ്പെടുത്താം, സമയം കിട്ടും. അവരൊന്ന് ഫ്രീ ആണോ എന്ന് നോക്കട്ടെ. ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാം, നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവരോട്. ഓക്കെ 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 ഓക്കെ. അതായത് ധൈര്യമായിട്ടൊന്ന്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ 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 ഓക്കെ. താങ്ക് റൈറ്റ്. യു. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഇതാണ് നമ്മൾ ക്ലോസിങ്. അതായത് ആൾക്കാരെ ഇത് മോട്ടിവേറ്റ് ചെയ്ത്, നമ്മുടെ മിഥുനം സിനിമയിൽ ജഗതി നിൽക്കുന്ന പോലെ നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോണ്ട് നിൽക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്നേരം എന്നാൻ നേരെ അവിടെ ലിങ്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ക്ലോസ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം പോക്കാം. നമ്മുടെ കാര്യവും അവരുടെ കാര്യവും. അപ്പോൾ അതുകൊണ്ട് ക്ലോസിങ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ.
ഓക്കെ. ഓക്കെ, നമുക്കൊരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. ഇതൂടെ പറയാനുണ്ട്, ഇതിന്റെ ക്ലൈമാക്സ് ഇതാണ്. അടിപൊളി ഓഫർ വന്നിട്ടുണ്ട് ഈ ആഴ്ചത്തേക്ക് മാത്രം. ഈ ആഴ്ചയിൽ സ്റ്റാർ ക്ലബ്ബിൽ പുതുതായിട്ട് വന്നിട്ടുള്ളവർ ഈ ആഴ്ചയിൽ സ്റ്റാർ ക്ലബ്ബിൽ വരാമെങ്കിൽ, സ്റ്റാർ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 2 പേരെ സ്പോൺസർ ചെയ്ത് സ്റ്റാർ ക്ലബ്ബിൽ ഈ സാറ്റർഡേക്ക് മുമ്പ് വരാമെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ഉണ്ട്. ഈ ആഴ്ചയിൽ 2 പേരെ സ്പോൺസർ ചെയ്ത് സ്റ്റാർ ക്ലബ്ബിൽ വരുന്നവർക്ക്. അല്ലാത്ത ആൾക്കാർ, ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും ഈ ആഴ്ചയിൽ ഇന്നു മുതൽ ഈ ശനിയാഴ്ച വൈകുന്നേരത്തിനകം 2 പേരെ സ്പോൺസർ ചെയ്യുന്ന എല്ലാവർക്കും അതിൽ ഭാഗമാകാം. ഡയറക്റ്റ് സ്പോൺസറിങ്ങിന് മാത്രം. സ്റ്റാർ ആവാത്ത പുതുതായിട്ട് ഇപ്പം ഇന്ന് ഫസ്റ്റ് ടൈം മീറ്റിങ്ങിന് വരുന്ന ഒരാൾ 2 പേരെ സ്പോൺസർ ചെയ്യുക. അല്ലാത്ത എല്ലാ ആൾക്കാരും, ഏത് റാങ്കൊന്നും പ്രശ്നമില്ല, എല്ലാ ആൾക്കാരും ഈ ആഴ്ച 2 പേരെ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും ഈ പ്രോഗ്രാം, ഈ ഗോൾഡ് കോയിൻ ക്വാളിഫൈ ചെയ്യും ഈ ആഴ്ച മാത്രം. ഇതാണ് ഈ ആഴ്ചത്തെ ഗിഫ്റ്റ്. ഇത് നിങ്ങളിൽ എല്ലാവരും തന്നെ നമ്മൾ വാങ്ങണം. ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് അച്ചീവർ ആകുക, ഇതിനകത്ത് വലിയ ഹൈറ്റ്സിലേക്ക് പോകാനുള്ള ആദ്യത്തെ കടമ്പയാണ് നമ്മുടെ സ്റ്റാർ ക്ലബ്ബിൽ കയറുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ക്ലബ്ബാണ്. അതിനകത്ത് വരുന്നവർക്കാണ് നമുക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും പരിപാടികളും ഓഫ്ലൈൻ ട്രെയിനിങ്ങും ഒക്കെ ഒരു വലിയ ലെവൽ ഓണം സെലിബ്രേഷൻ വലിയ ലെവലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണത്തോടു കൂടി നമ്മൾ വേറെ ലെവലിലേക്ക് ബ്ലാസ്റ്റ് ചെയ്യും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സംഭവമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബിഫോർ സാറ്റർഡേ എന്നാണ് പറയുന്നത്. അപ്പൊ സാറ്റർഡേക്ക് ഫ്രൈഡേ ലാസ്റ്റ് നൈറ്റിലാണോ ക്ലോസ് ചെയ്യേണ്ടത്? സാറ്റർഡേ നൈറ്റ് ആണോ? നമ്മൾ സാറ്റർഡേ നൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഈ സാറ്റർഡേ ഈവനിങ്. ഓക്കെ. അല്ല, ബിഫോർ സാറ്റർഡേ എന്നാണ് കണ്ടിരുന്നത് സ്ലൈഡ്. സാറ്റർഡേ നൈറ്റിന് മുമ്പ്, സാറ്റർഡേ ക്ലോസിങ്ങിന് മുമ്പ് വൈകുന്നേരത്തിനകം. ഓക്കെ. ബിഫോർ സാറ്റർഡേ ക്ലോസിംഗ് നിട്ടില്ലെന്നുള്ളൂ. ബിഫോർ സാറ്റർഡേ ക്ലോസിംഗ് ഇത് ചെയ്താൽ എല്ലാ ആൾക്കാരും 2 പേരെ സ്പോൺസർ ചെയ്ത് വരുന്നവർക്ക് ഫ്രഷ് ആയിട്ട് 2 പേര് അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഫ്രഷ് ആയിട്ട് 2 പേര്, എല്ലാ ആൾക്കാരും ഏത് ഇന്ന് റാങ്കിലുള്ളവരും. തൊട്ട് പുതിയ 2 പേര്. എന്തോ? ഇന്ന് തൊട്ട് പുതിയ 2 പേര്. ഇന്ന് തൊട്ട് പുതിയ 2 പേര്. ഓക്കെ. മാത്രമല്ല, ഇത് നമ്മൾ ഓണത്തിനുള്ളൊരു പ്രിപ്പറേഷനാണ്. ഓണത്തോടു കൂടി നമ്മൾ വേറെ ലെവലിലേക്ക് മാക്ലാൻ പോകും. ഓണത്തോടുകൂടി, ഈ വർഷത്തെ ഓണം മുതൽ ഇനിയുള്ള വർഷങ്ങളിലെ ഓണം എന്നുള്ളതല്ല, നമ്മൾ ഇനി എല്ലാ ദിവസവും ഓണം ആക്കാൻ പോകും. എല്ലാ ദിവസവും ഓണം ആവണം. അപ്പം അതിന് ഈ ഓണത്തോടു കൂടി നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ആദ്യ പടിയാണ്, കിക്ക് ഓഫാണ് ഇത്. ഈ സാറ്റർഡേക്കകം, ഈ സാറ്റർഡേ തീരുന്നതിന് മുമ്പ് സ്റ്റാർ ആയിട്ടില്ലാത്തവരെല്ലാവരും സ്റ്റാർ ആവുക. സ്റ്റാർ ആയവർ അഗൈൻ 2 പേരെ കൊണ്ടുവന്ന്, ഏത് റാങ്കിങ്ങിൽ നിൽക്കുന്നവരും, ഏത് സീനിയർ ആയിട്ടുള്ളവരാണെങ്കിലും ജൂനിയർ ആയിട്ടുള്ളവരും എല്ലാവരും ഈ 2 പേരെ നമ്മൾ കൊണ്ടുവരുവാണ്. ഈ 2 പേരെ കൊണ്ടുവന്ന് വലിയ ലെവലിലേക്ക് സംഭവം കൊണ്ടുപോവാണ്. അപ്പം അതിന് നിങ്ങളെല്ലാവരുടെയും എല്ലാ കാര്യം വന്നിട്ടുള്ള, കാരണം ഇന്ന് സമയം ഇത്രയായി, 10:15 ആവുന്നു. ഇതുവരെ നിങ്ങളിവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ ഇത് ഫുള്ളായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്ത മുഴുവൻ ആൾക്കാരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പല അസൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. ആദ്യം സക്സസിന് വേണ്ടത് ഈ സാക്രിഫൈസ് ആണ് സക്സസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്ത നിങ്ങളെല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, Radha. Tame. Acha mute